നല്ല വെയിറ്റ് ഉണ്ടല്ലേ? ബിരിയാണല്ല പോണം. അല്ലെങ്കിലും ഇതിനൊക്കെ 20 ആൾക്കാരെ വിളിക്കാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് അറിയില്ല കാക്ക? ഈ കുതിരനോട് ഞാൻ അപ്പോഴാ പറഞ്ഞാണ് സാറേ, ഓർഡർ കോട്ടും സൂട്ടും ഇനി ഉണ്ടാവില്ല സാർ, ഉണ്ടാവില്ല. എന്നിട്ടിപ്പോ എന്തായാലും അതല്ല സാറേ, എൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ, ഒരു 150 ആളെങ്കിലും ഇല്ലെങ്കിൽ ഞാൻ ഈ കോട്ട് സൂട്ടൊക്കെ ഇട്ടിട്ട് എന്താക്കാനാ? എന്റെ ഒരു കോട്ട് ഇനി നീയും എന്റെ പേരെങ്ങാനും തുന്നി ചേർത്തിട്ടുണ്ടോ? അതടിച്ച് തീർക്കോ സാർ? ഞാൻ ആരാ നീ? എന്താ സാർ, ഞാൻ ബച്ചു പന്തൽ വർക്ക്സിന്റെ പ്രൊപ്പറേറ്ററാണ്. എന്താ പന്തലുകാരൻ ഇവിടെ? എൻ്റെ ഒരു ബിരിയാണി ചെമ്പ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അന്റെ ബിരിയാണി ചെമ്പ്? അത് മോശം പറയല്ലോ, ഉനക്ക് ഗംഭീര ബിരിയാണിയാണ്. എന്താ സ്മെല്ലല്ലേ ശോഭനെ? സ്മെല്ലടിച്ചിട്ട് പൂതിയാവുന്നു. എനിക്ക് താങ്ക് യു മാഡം, താങ്ക് യു. പക്ഷെ എന്ത് ചെയ്യാൻ, കഴിക്കാൻ പറ്റില്ലല്ലോ. പ്ലീസ് സാർ. തൊണ്ടി മുതലായി പോയില്ലേ സാർ, ചതിക്കരുത്. കൊറോണ കഴിഞ്ഞിട്ട് കിട്ടിയ ആദ്യത്തെ ഓർഡറാണ്. അങ്ങോട്ട് മാറി നിന്നേ, അങ്ങോട്ട് മാറി നിൽക്കേ. ഡിസ്റ്റൻസ്. ഇങ്ങക്ക് 19 വയസ്സായില്ലേ എന്റെ കാക്ക? നമ്മുടെ സർക്കാരായിട്ട് ഇങ്ങനെ ഇളവ് വരുമ്പോ അതിന്റെ മുകളിൽ ദമ്മിടുക ഇനി ഇടൂല സാറേ, ഇടരുത്. ഇടൂല. നമ്മുടെ രാജ്യത്തെ നമുക്ക് കാത്തിരക്ഷിക്കണ്ടേ? രക്ഷിക്കണം സാർ, തീർച്ചയായും രക്ഷിക്കണം. മിടുക്കൻ. എന്താ നിന്റെ പേര്? റഹ്മാൻ. ശോഭന, ഈ റഹ്മാന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും മേടിച്ചിട്ട് വിട്ടാര്. പേരും അഡ്രസ്സും കൊടുത്തിട്ട് നീ പോയി കല്യാണം കഴിക്കാൻ നോക്കും. താങ്ക് യു സാർ. സാർ, നിങ്ങളെ കമ്പനിക്കാരനെ ആസില്ലേ, ഓന്റെ പെണ്ണുങ്ങൾ ആശാ വർക്കറല്ലേ? എന്താ എന്റെ ചെമ്പ്? നിന്റെ ചെമ്പ് കൊറോണ കാലം കഴിയുന്നവരെ കോടതിയിൽ ഇരുന്ന് നിയമം പഠിക്കട്ടെ. സെബാസ്റ്റ്യ, ജീപ്പ് എടുക്കേ, മാസ്ക് വെച്ചോണേ. അല്ല നബീസ, ഓലൊക്കെ പോയോ? ഇതെങ്കിലും ഒന്ന് നടന്നാ മതിയേനു. അങ്ങനെ ഓനൊന്നിനും സമ്മതിക്കൂലല്ലോ. ഓനോളെ കണ്ടതല്ലേ? കാണാൻ കൂട്ടാക്കിയില്ല. ഓല് ഓന്റെ പണീനെ പറ്റി എന്തേലും ചോദിച്ചിനെയോ? അതിനും ഗൾഫ് പോകാൻ പോവല്ലേ, ഞാൻ അതിന് ഓലോടും പറഞ്ഞു. പോയെന്നെ, നിങ്ങൾ വെറുതെ കാക്കാനായിട്ട് അതും പറഞ്ഞ് കച്ചറ ഉണ്ടാക്കാൻ നിൽക്കണ്ട. കാക്ക ഗൾഫിലൊന്നും പോവില്ല കേട്ടാ. അതന്നെ എനിക്കും പറയാനുള്ളത്. നിങ്ങൾ എന്തിനാണ് കള്ളത്തരം പറഞ്ഞ എന്നെ കെട്ടിക്കാൻ നോക്കണത്? ഞാൻ ഒരു ഗൾഫിലേക്കും പോകില്ല 100 പ്രാവശ്യം പറഞ്ഞല്ലേ. എനിക്കിപ്പോൾ കല്യാണം വേണ്ട. അത് നിങ്ങൾ തന്നെ വാപ്പാനെ വിളിച്ചങ്ങ് പറഞ്ഞേക്ക്. ഈ ഇപ്പോഴും ആ ബാനുവിനെ തന്നെ വിചാരിച്ചേക്കായിരിക്കും. എന്നാ പിന്നെ എനിക്ക് ഓളത്തെ നിങ്ങൾ വിളിച്ച് കൊണ്ടുവന്നുവിടാ. എന്തൊരു വിട്ടുവിട്ട് നിന്നാ നാളെ നിക്കാം കേട്ടോ. കൊറോണ വരാണ്ട് നോക്കോട്ടോ. ഈ അതും കൂടി അങ്ങോട്ട് മനുഷ്യ ചക്ക കൂട്ടി മറത്തിട്ട് തരാ കൊറേ കാലായാലും മീനൊക്കെ കൂട്ടിട്ട് ഉഷാറാക്കെന്തായാലും. വരി എല്ലാരും വരി. നല്ല പടക്കണ ചെമ്മീണ്ട്. എന്താണ് വിശേഷ് ഭായി? നല്ല പടക്കണ പുയ്യാപ്പിളക്കോരെ എടുക്കട്ടെ. മദ്യ എന്താണ് വിജീഷ് ഭായി, നിങ്ങൾക്ക് നല്ല കോളാണല്ലോ ഇപ്പൊ ലാഭമായിരിക്കും. കൊറോണ ടെസ്റ്റ് എന്നും പറഞ്ഞ 1500-2000 റുപ്യക്കല്ലേ മേടിക്കുന്നത്. നമ്മളെ പേരിലേക്കുള്ള അതിനവിടെ ചെലവുണ്ട്. അറിയാം എടാ, ഒരു 1/2 കിലോ മീൻ വാങ്ങാൻ നേരത്ത് മാസ്ക് ഇട്ടാ, മീൻ കൂട്ടാൻ നേരത്ത് മാസ്ക് കൂടാ. ആ ഉണ്ടോട്ടേക്ക് ഒരു മിനിറ്റാ പോരാ. മജോ, 12 മണിയാകുമ്പോഴത്തേക്ക് മീൻ എടുത്ത് തട്ടയിക്കണം. 12 മണിയാകത്തില്ല, ഫൈൻ എടുക്കാൻ വയ്യാതാ. ഒന്ന് വന്നൂടെ ചങ്ങായി? ആടെക്കടാ വരുന്നേ. പൊരിക്കാനാട്ടോ, പൊരിക്കാനുള്ള ഭാഗത്തിൽ കട്ട് ചെയ്താൽ മതിയോ? ഞാൻ പോയരട്ടോ. ആയിക്കോട്ടെ. നിങ്ങളെത്ര പേരെ എന്നെ വിളിക്കുന്നു? മൂപ്പര് സാധനങ്ങളൊക്കെ കയറ്റി. അവിടെ ഉണ്ടോ? ആളുണ്ട്. എന്താണ് ഒരു സാധനങ്ങളൊക്കെ കയറ്റി അവിടെ. സീണ്ടോ? നല്ല കൽപ്പിലിരിക്കണം അവിടെ. ഇടപെടണോ? വേണ്ട.
നീ ഒരു കാര്യം ചെയ്യും, ആ കയറ്റിയ സാധനമൊക്കെ നൈസായിട്ട് ഞാൻ മൂപ്പരാളും സംസാരിച്ചിട്ട് വരാം. കയറ്റി പോയില്ലേ ഇറക്കി എങ്ങനെ ചേട്ടാ നിങ്ങൾ തരീത് എന്റെ കസേരയില്ലെന്ന്. എടാ സാലി രാജേട്ടന് സ്ട്രോങ്ങിൽ ഒരു പൊടിച്ചായ പറയും. എന്താണ്ടാ ആളെ മക്കാറാക്കുക ചിരിക്കല്ലേ? അതെന്ത് വർത്താന രാജേട്ടാ, ആരാനെ പോലെ ഞാൻ നിങ്ങളെ പറ്റുമല്ലേ? നിങ്ങൾ എന്നെ ചെറുപ്പം പോലെ കാണുന്നല്ലേ? അതുകൊണ്ടാണല്ലോ ഈ വന്ന് കരഞ്ഞ് കാല് പിടിച്ചപ്പോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എന്നിട്ടിപ്പോ 4 മാസമായിട്ട് മുതലുമില്ല, പലിശയില്ല, ലാഭവും. അത് നിങ്ങൾ തിരക്കാക്കിയിട്ടല്ലേ. കുറച്ചും കൂടെ കാത്ത നിങ്ങൾക്ക് തന്നെ ഈ ബിസിനസ് നിങ്ങൾ ഇറക്കി എന്റെ ഇരട്ടി ഉണ്ടായിക്കൂടെ? ഈ കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ പോകാൻ പോണേ രാജേട്ടാ. ലോകം ഇനി പഴയ പോലെ ആവും. ഒലക്കാണ് എന്ത് വർത്താനാണ് പറയുന്നത്? ഈ WHO കൊണ്ടാണ്ടർ പറഞ്ഞു നീ കേട്ടില്ലേ? ലോകത്ത് നീ കോവിഡ് പോകാൻ പോകുന്നില്ല, ഇനിയൊക്കെ ന്യൂ നോർമലാ. ഇപ്പൊ ഈ സാധനങ്ങൾ ആക്രി വിലക്ക് കൊടുത്താൽ ഉള്ള പൈസയെങ്കിലും എനിക്ക് കിട്ടും. മുരുക തീർന്നല്ലേ രാജേട്ടാ? ഞാൻ ഒന്നും പറയണ്ട, നിർത്തിക്കാള്. ഈ കല്യാണങ്ങൾ നടക്കാതെ ഇതൊന്നും നടപടിയാവില്ല. അത് തന്നെ എനിക്കും പറയാനുള്ളത്. കല്യാണം മരണമൊന്നും ഇവിടുന്ന് അവസാനിക്കാൻ പോകുന്നില്ല. പക്ഷെ ഈ കോവിഡ് അത് ഇവിടുന്ന് അവസാനിക്കും. ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അൻസാരിയുടെ പീഡിയ പൂട്ടി, അജ്മീറ പന്തലത്ത് അതും പൂട്ടി, സിത്താരയുടെ പീഡിയ പൂട്ടാൻ നിൽക്കുകയാണ്. ബാക്കിയുള്ളത് ആരുടെയാ? നമ്മുടെ പീഡിയ മാത്രം. ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളെ പ്രോഫിറ്റ് 5% കൂട്ടി. 2 മാസം സമയങ്ങൾ എനിക്കിതാ. അത് കഴിഞ്ഞ് നിങ്ങൾ തന്നെ അതെ ഈ എൻ്റെ അടുത്ത് തന്നെ ഒന്ന് പറയും, ബച്ചു ഈ പറഞ്ഞാണ്ടാ ശരി, കോവിഡ് ഒരു പഴങ്കഥയായി എന്ന്. ആ സ്ട്രോങ് കുടിച്ചാൽ വരുമോ? വരും. വന്നാ ഈ എന്നെ കുടിച്ചാൽ മതി, ഒന്ന് തണുക്കട്ടെ. അത് ചൂടല്ലേ പച്ചോ? 2 മാസം. ഇതെന്റെ വാപ്പനെ നിക്കായിനിരുത്തി ഉണക്ക കസേരല്ല, സിംഹാസനാണ് സിംഹാസനം. അയ്യോ വേണ്ട, ഇരുന്നോ. പച്ചോ 2 മാസം. അതിന്റെ ഉള്ളിൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ വരും. ഇവിടേക്കല്ല, വീട്ടിലേക്ക്. മുരുക ആ സാധനങ്ങൾ ഇറക്കി വെച്ചോ. ആദ്യം ഇനി തെണ്ടുകൾ ഒഴിവാക്കണം, അത് നന്നാവുള്ളൂ. ഒന്ന് ബെല്ലടിച്ച് നോക്കിയേ. അതാ അവിടെ ഹലോ. ഇനി എത്ര ദിവസം ഉണ്ട് തടവ്? തടവ് എന്നൊന്നും പറയലിസ്റ്റാ, ബാംഗ്ലൂരൊക്കെ ഇതിനേക്കാളും വലിയ സീനാ. നിങ്ങൾ ക്ലാസ് എടുക്കൽ നിർത്തിയിട്ട് കാര്യത്തിലേക്ക് വരി. ഞാൻ പറഞ്ഞ സാധനം കാണുന്നുണ്ടെങ്കിൽ താഴത്തുമ്മാന്റെ അടുത്തുണ്ട്. അത് കാണാ. നിങ്ങൾ അതിന്റെ മഹർ പറയും. 1 ലക്ഷം പീസിന് ഉറപ്പി വെച്ചിട്ട് മൊത്തം 3 ലെയറാ. പിന്നെ വച്ചോ, എന്റെ പകുതി പൈസ എന്നിട്ടുള്ള പരിപാടി വേണ്ട, അത് രാജേഷ് ചേട്ടന്റെ അടുത്ത് മതി. ഇവിടെ ഫുൾ അഡ്വാൻസ്. നിങ്ങളടുത്ത് നമ്മൾ അങ്ങനെ ചെയ്യോ? കേറി വരി. അലേമാന്റെ മോൻ അസിയല്ലേ? അതെ അതന്നെ. നിങ്ങൾ ചോറൊക്കെ തിന്നിക്കണാ? ഞങ്ങള് കഴിച്ചിട്ട്. എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? ടേസ്റ്റ് ഉണ്ടായി. അല്ല മണോ? മണുണ്ടായിനോ? മണം ഉണ്ടായിനോ? ഞങ്ങളാ മാസ്ക് ഊരിയിട്ട് കേറിക്കോളി. സാധനമൊക്കെ ഇങ്ങനെ കയറി നോക്കിക്കോളി. ഇതല്ലേ? ഓന് ശമ്പളം വകി കമ്പനി കൊടുത്താ ഇതൊക്കെ. അങ്ങനെ ചില കമ്പനി കളിക്കാതെ എഴുതൂടടി. ഇത് ഞാൻ എഴുതിയല്ലേ, ഇത് ഞാൻ എഴുതിയല്ലേ, ഇത് ഞാൻ എഴുതിയല്ലേ. എപ്പോഴെപ്പോഴും എങ്ങനെ എഴുതുക? എനിക്ക് വേണ്ട ലീവൊക്കെ. പാത്തു എഴുതു. അതെ, ബുഷറാന്റെ കാര്യത്തിലേക്ക് ബേജാറ്. അത് ഇനി ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ ശരിയാവൂല. നിങ്ങൾ ബച്ചുവിനോട് പറഞ്ഞിട്ട് ആ പോയി അപ്പളേനെ ഒന്നുകൂടെ പോയി കാണാൻ പറയും. നിങ്ങൾ പറയുമ്പോൾ ഒരു ഗൗരവമൊക്കെ ഉണ്ടാവും. ഉണ്ട് കൊടുക്കേ. ഞാനിത് ചാർജിലിട്ടത് ഇനി ഒരു മിനിറ്റ്. നീ ഓളിതവിടെ പഠിക്കുന്നുണ്ട്. മോളെ വാപ്പച്ചിയാ. ഹലോ വാപ്പച്ചി.
എന്തൊക്കെ വിശേഷോ? നല്ല വിശേഷം. പാപ്പച്ചി വരുമ്പോ മിക്കി മൗസിന്റെ ഡോള് കൊണ്ടുവരാൻ മറക്കരുത്. ഇല്ല മറക്കോ, അതൊക്കെ എപ്പോഴേ വാങ്ങി വെച്ച്. ആ ഇതാ ഓനെത്തി. നിങ്ങൾ എന്നെ ഒന്ന് പറഞ്ഞേക്ക് മോനെ. വാപ്പ പറയും. മോനെ എന്താ പരിപാടി? ഹലോ. നിങ്ങൾ 21-നല്ലേ വരണേ? 21-ന് വരണമെന്നുണ്ട്. വന്ദേ ഭാരതിന്റെ കാര്യല്ലേ, എയർപോർട്ട് വരെ പോയി തിരിച്ചു വന്ന കേസൊക്കെ. പിന്നെ ഈ അളിയനെ പോയിട്ടൊന്ന് കാണും പെട്ടെന്ന്. മുസ്രന്റെ കാര്യം ഇങ്ങനെ നീട്ടിക്കൊണ്ട് ശരിയാവും. അതിപ്പോ ഞാനാണോ നീട്ടിക്കൊണ്ട് പോണ്? ഞാൻ എത്ര വട്ടം പോയി അളിയന്റെ അടുത്ത്? ഞാൻ പറയുന്നത് നമ്മളെ പെണ്ണിന്റെ വീട്ടുകാരൊന്ന് താന്ന് കൊടുക്കണം എപ്പോഴും. മനസ്സിലായി. ഞാൻ എന്തായാലും ഉമ്മക്ക് കൊടുക്കാം. വേണ്ട, ഞാൻ കുറച്ചായിട്ട് ഉമ്മനെ വിളിച്ചോളാം. കുറച്ച് പണിയുണ്ട് ഇവിടെ. ഈ ബോർഡ് വെച്ചോ. ശരി എന്നാൽ ഉമ്മ നിങ്ങളിങ്ങനെ കൈയും കാലോട്ട് അടിച്ചിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പോകാൻ തോന്നുമ്പോ ഞാൻ പോകും. ഈ ഒന്ന് ചോദിക്കടാ. ഈ ഇങ്ങനെ നിലവിളിക്കലടോ. അന്റെ പെണ്ണ് പോയാലും എനിക്ക് സങ്കടമില്ല. അഞ്ചാ ഈ എങ്ങോട്ട് വാമത്തെ പെണങ്ങല്ലേ. ലോക്ക്ഡൌൺ ആയിട്ട് ഇങ്ങനെയുള്ള തീറ്റയും കൊണ്ട് ഞാൻ വന്നതാ. പക്ഷെ ബൈക്ക് പോലീസുകാരോട് ചേർത്തടിപ്പിച്ച് പറ്റിപ്പോയി. ഈ എന്നോട് ക്ഷമിക്ക്. ഞാനൊരു കാര്യം ചെയ്യാം, അന്നെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്കാം. അതുവരെ ഈ ഇങ്ങനെ നിക്ക് കേട്ടാ. ബച്ചോ എന്റെ ബാന് വരുന്നുണ്ടല്ലോ. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. ഇനി ഞാൻ ചോദിച്ചതിന് മറുപടി രാസിയെ, സുമീന്റെ സ്വർണ്ണം ഒന്നും മറിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നാളെ സാധനം ഇറക്കാം. നോക്കു വെച്ചോ, ഈ ഇതിങ്ങനെ പൊട്ടാനായിട്ട് ബിസിനസ് ചെയ്യണ നേരം കൊണ്ട് എനക്ക് എൻ്റെ വാപ്പ പറഞ്ഞാൽ ഗൾഫ് പോയിക്കൂടെ? അതാകുമ്പോൾ ഇസ്മായിൽഖാന്റെ കമ്പനി നല്ലൊരു ഓഫർ ഉണ്ടോ? വെറുതെ എന്തിനോട് തിരിഞ്ഞിരിക്കുക. അത് പോയിന്റ്. എന്റെ മാസ്കിന് എന്താ വില? 15. എന്റെയോ 10. 1 ഉറുപ്പ്യക്ക് അമ്മക്ക് കിട്ടണത്. അപ്പൊ എത്രയാ ലാഭം? അത് കൂട്ടിയോ. ഈ സീസണിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ബിസിനസ്സാണ്. അതാണ് എൻ്റെ അസിയെ ഞാൻ പറയണത്. ഫീൽ ചെയ്യാൻ കഴിച്ചില്ല. എന്നിട്ട് വേണം വാപ്പ വരുമ്പോൾ നിവർന്നു നിൽക്കാൻ. ചെയ്യൂ, വിചാരിക്കണം. ഞാനൊന്ന് പറഞ്ഞോക്കാം. മതി, ഈ ചോദിക്കാന്ന് പറഞ്ഞാൽ തന്നെ ഓക്കെയാണ്. സുമിയെ അനക്ക് നല്ല പള്ളണ്ടല്ലോ. സാവ്യ ഇത് ഇരട്ടക്കുട്ടികളെ എന്നെ കാരം. എനിക്കൊന്ന് 7-ാം മാസത്തിൽ ഇത്ര പള്ളണ്ടായിട്ടില്ല. ഇത് ഇരട്ടക്കുട്ടികളെ എന്നെ. നിങ്ങളൊന്നും മിണ്ടാണ്ടിക്ക് മോളെ സുമിയെ. ഞാൻ ഇരിക്കും വെറുതെ ഓളെ ടെൻഷൻ അടിപ്പിക്കാൻ. ഇത് ഇരട്ടക്കുട്ടികളൊന്നും അല്ല സുമിയെ. ഇത് കുഞ്ഞ് നല്ല തടിയിലെന്നെ കൊണ്ടാന്ന്. എനിക്കറിയാം. ഞാൻ എന്താ പൊട്ടത്തിയ? ഇതെല്ലാം ആദ്യത്തെ സ്കാനിങ്. എനിക്കറിയാം. ഞാൻ ഓളൊന്നും നിങ്ങൾ ആടെ കിടന്ന് കഥകളി കളിക്കണ്ട. സാധനം ഈ അലമാറക്കെത്തുണ്ട്, കയറി എടുത്തോളി. എന്തോ അപ്പളേ? ഇല്ല, ഒന്നുമില്ല അമ്മയെ. പരമ്പരാ ജീവിതത്തിന്റെ ഓരോ പള്ളേക്കാളല്ലേ. അല്ലടാ, ഓനകത്താ ഉള്ളത്. എന്റെ വാപ്പ വരണ്ട് എവിടാ? കൊല്ലം എത്രയായി പോയിട്ട്? മൂപ്പര് 21-ാം തീയതി വരും. എന്താ നിങ്ങൾ നാടൻ വലിച്ചു മടുത്താ? നീ പോടേക്കാ. സുമീന്റെ പള്ള കാണില്ലേ? എനിക്കിത് ഏടേനു. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ എവിടെക്കാണ്ടപ്പ പോണ്? നിങ്ങളൊന്നും മിണ്ടാണ്ടിക്കുമ്പോ എല്ലാം അറിയാം. ചെക്കനെ കൊണ്ടുള്ള ഇടുന്നൂറ് കുറച്ചൊന്നും. അപ്പൊ നിങ്ങൾ ഒത്തുക്ക് ചെല്ലേ, ഓരൊക്കെ അവിടെ ഇരിക്കല്ലേ. ഓരിക്കും മുണ്ടാൻ പാടാൻ എമ്പാടും ആളില്ല. ഈ ഇറങ്ങി വാടാ. ഈ വല്ലാണ്ട് കളിക്കണ്ട കേട്ടോ. 16-ാം തീയതി അവളെ കൂട്ടിക്കൊണ്ടു. അതിന് മുന്നേ സാധനം എടുത്തരണം. 16-ാം തീയതി ഇനിയും 10-15 ദിവസം ഇല്ല സിയെ. ഇത് നമ്മൾ ഒരാഴ്ച കൂടെ എടുക്കൂലേ? അനക്കെന്താ ബുഷറനോട് ചോദിച്ചാല്? ഓളുടെ ഒരു മാല ഉണ്ടാക്കിയ പ്രശ്നം ഇതുവരെ തീർന്നില്ല. ഇത് തീർത്തിട്ട് വേണം അതിനോട്. ശരി എന്നാൽ നമുക്കൊരു 15 മാസ്കൊക്കെ തരിട്ടങ്ങള്. 15 മാസത്തിന് കാശാവും നൈസൽ ഭായി. അതൊന്നും ഒരു വിഷയമല്ല. നിങ്ങളേതായാലും കടത്തിലല്ലേ. കട ഉള്ളോണ്ടാ പറഞ്ഞ കാശാവുന്നു. നമുക്ക് ശരിയാക്കാതെ. അല്ല, എന്റെ മോനെ കണ്ടെയ്ൻമെന്റ് ആണല്ലോ. മതില് വിവരമില്ലാത്ത നാട്ടുകാരുടെ ഒരു പരിപാടികൾ. കൊറോണ വരാണ്ടിക്കാൻ വെച്ചിരിക്കണാണ്. നിങ്ങള് മനാമോട്ടലിലേക്കല്ല ഭായി കേറി. ഓട്ടർഷക്കാർക്ക് അറിയാത്ത ഓടുവൈകൾ ഏതായുള്ള ഈ അണ്ടകടകത്തില് കേറി. നിങ്ങള്
യുവാക്കൾ പൊറാട്ട ചുടുകയാണ്. അവർ മൈദയെടുക്കുകയാണ്, മൈദയെടുത്ത് കുഴക്കുകയാണ്. അത് കുഴച്ച് അത് ഉരുട്ടി പിന്നെ അത് പരത്തി ആ മൈദ പൊറാട്ടയാക്കുകയാണ്. പൊറാട്ട മൈദ പൊറാട്ട, ഇക്ബാലിന്റെ പൊറാട്ട, റൂബിയുടെ പൊറാട്ട, അമീർ യൂസുഫിന്റെ പൊറാട്ട. ഹോട്ടലിൽ പൊറാട്ട ചുടുന്ന പുണ്ടാരി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ തന്നെ പടയിന്റെ ആൾക്കാരുണ്ടല്ലോ. എല്ലാ താമസിക്ക ഇവിടെ കണ്ടെയ്ൻമെന്റാ? അത് കുട്ടിയെ ഈ റോഡില്ലേ ഇതിന്റെ അപ്പുറത്ത് വാർഡ് 55. അത് ശരി. അവിടെ കണ്ടെയ്ൻമെന്റാ. ഇത് 56. ഇവിടെ കണ്ടെയ്ൻമെന്റ് ഇല്ല. അല്ലാന്ന് വാർഡ് തിരിച്ചിട്ടപ്പോ കൊറോണ ആയിരുന്നു. അത് ഈ നമ്മള് സർക്കാരിനോട് ചോദിച്ചാ മതി. ഒന്ന് ശ്വാസം വലിച്ചേ. അതേപോലെ ഒന്ന് കേൾപ്പിട്ടിട്ട് തട്ടിപ്പ് പോരാക്കിട്ടോ. അളിയ എന്തൊക്കെയാണ് അളിയ പുതിയ ഉടായ്പ പരിപാടികള്? എന്താ അളിയ നിങ്ങള് വീട്ടിലേക്ക് വരാത്തത്? ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞില്ലേ? വരാനും പോവാനും ലോക്ക്ഡൌൺ ഒന്നും ഒരു പ്രശ്നമല്ലാന്ന് എന്റെ പെങ്ങള് തെളിയിച്ചല്ലോ. അല്ലേ? അതുപോലെ സത്യം എന്താ നിങ്ങൾക്ക് അറിയാലോ. ചെറുടോ എല്ലാം അറിയാ. ഈ കണ്ട നാട്ടുകാർ മുഴുവൻ എതിർത്തിട്ടു ഞാൻ അവളെ കെട്ടിയവനായിട്ട് ഇപ്പോഴും നിൽക്കുന്നില്ലേ? ഇല്ലേ? അളിയ നിങ്ങൾ ഇങ്ങനത്തെ റോങ് വർത്താനം പറയരുത്. എന്താ ഉണ്ടാ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ലല്ലോ. അളിയ ഇനി ഈ പരിപാടിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് കാണാൻ എന്നെ കൊണ്ടാവില്ല. ഇത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. ഞാൻ പറഞ്ഞോ എന്നോട് കൂടെ വരെ എന്താണ് ബച്ചോ അതിന്റെ മേലെ തന്നെ. അളിയനെ കണ്ടീന്. ഇനിയെങ്കിലും നോക്കി കണ്ടൊക്കെ നിൽക്കുക ഉഷ. ഞാനെന്താ നോക്കണ്ടേ? എല്ലാം അറിഞ്ഞിട്ട് എന്നെ സംശയിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ. ഇനി ഞാൻ പോയി മൂപ്പരെ കാല് പിടിക്കണം? ഈ പോവൂല. അതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ പോകേണ്ടി വരുന്നത്. അനക്ക് കിട്ടിയതൊന്നും പോരാ. ബച്ചോ ഈ മീൻ വാങ്ങിനാ? എടാ ബാപ്പ പിന്നെയും വിളിച്ചീനി. അളിയും ബാപ്പാനെ വിളിച്ച് എന്തൊക്കെയോ ചൂടായിക്കണ്. മൂപ്പരാകെ ബേജാറായിരിക്ക. വാപ്പ ഇങ്ങനെ വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. അളിയനല്ല ആരായാലും ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറുള്ളൂ. അതിനോൾ എന്ത് തെറ്റാ ചെയ്തേ? നമ്മൾ ഈ ചാറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ പറയുന്നത് തന്നെയാണോ അപ്പുറത്തുള്ള ആൾക്ക് മനസ്സിലാവുക? ആണല്ലോ. ഈ അതൊന്ന് സൈലന്റ് ആക്ക്. മോൾ എണീക്ക്. അളിയൊക്കെ വരുന്നില്ലേ? വരുമായിരിക്കും. പക്ഷെ ഇനിയൊന്നും പഴയ പോലെ ആവില്ല. അതെനിക്ക് ഉറപ്പാ. ബച്ചോ നീ തൽക്കാലം കൊണ്ടുവന്ന് വെച്ചോ. ശരി, ഇനി ഞാൻ ഇറങ്ങിക്കുന്നില്ല. തീർന്ന് തന്നെ നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്സ്ഫോർഡിന്റെ വാക്സിനൊക്കെ വരണ്ടെന്നാ കേട്ട്. അതും കൂടി വന്നാൽ ഇവിടെ കെട്ടിക്കിടക്കുള്ളൂ. എൻ്റെ പൊന്ന് ദാസേട്ട് ഞാൻ ഈ കച്ചവടം തുടങ്ങിയിട്ടുള്ളൂ. അപ്പം തന്നെ നിങ്ങൾ ഇമ്മാരി വർത്താനം പറയല്ലേ. അതൊന്നും തീരാൻ പോകണില്ല. നിങ്ങൾ കാശെടു. അല്ലടോ വിറ്റിട്ട് തന്നാ പോരെ. നിങ്ങൾ വെറുതെ സൊറയാക്കല്ലേ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് എമ്മാരി ലാഭം ഉണ്ടാക്കുന്നത് നമുക്ക് അറിഞ്ഞു. ഇജ്ജ് വിട്ടോ അതും തീർന്നു. അത് പറ്റില്ലേ? എങ്ങോട്ടോ അത്? ഈ സർക്കാരിന്റെ കല്യാണത്തിന് ദേശത്ത് നമ്മളെ കോഴിക്കലത്തെ 20 ഉള്ളൂ. അത് വർത്താനം വെച്ചുക. പ്രോട്ടോകോളല്ലേ ഞാൻ ജീവിക്കുന്നത് തന്നെ. 9, 12, 15, 18, 19, 20, 21, 22 ഈ എന്നെ കോടതി വെച്ചിട്ടാണോ അല്ലേ? 2 ഇറക്കി വെക്കണോ?
ഇറക്കി വെക്കാൻ നാറ്റിക്കല്ലേ ഓൻ്റെ മുന്നിൽ ഒരു വിലയുള്ളതാ. ഈ ചിലക്കാണ്ട് ഇറക്കി വെക്കും തൊണ്ടുപോലെ കൂട്ടാണ്ട്. തീരെ കണക്കറിയില്ല സുനിയ. അത് നിങ്ങളല്ലേ കഴിച്ചത്? ആ നിന്റെ തല്ലിട്ട്. അല്ലാതെ പിന്നെ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം കേട്ടോ കാര്യങ്ങൾ. ഈ അയില ബിരിയാണി വെച്ചാൽ തീർമാനിക്കാ. അയക്കുറൊക്കെ നിങ്ങൾ ആളായില്ലെന്ന്. ഇതെന്തത് പായസം? ഓ എന്താണ്? എന്നാ ചായ കുടിക്ക്. എനിക്ക് വേണ്ട, മൂടില്ല. ബച്ചോ ഈ 100-500 മാസ്ക് വിറ്റ് നടന്നിട്ട് ഒരു കാര്യമില്ല ബച്ചോ. ഇതിപ്പോ നമ്മള് കച്ചവടം തുടങ്ങിയിട്ട് എത്രയായി? ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ എന്തേലും നടന്നിനോ? ഒരു ബൾക്ക് ഓഫർ വന്നിട്ടുണ്ട്. ഈ കച്ചറ ഉണ്ടാക്കാണ്ടിരുന്ന ഇത് നടക്കും. നമുക്ക് സുമീര സ്വർണ്ണം എടുക്കാം. ഞാൻ എന്തിനാ ചൊറയാക്കുന്നു? കച്ചവടമല്ലേ? അല്ല എന്താ വെച്ചാലേ എന്നാ ഞാനവിടെ പോട്ടെ. ആ ശരി, എന്നാല് നോക്കി കൊടുത്തോണ്ടി. ആയിക്കോട്ടെ. സുനിയ വണ്ടി എടുത്തോ. ആള് നമ്മളെ വിജീഷാണ്, വിജീഷ് ദാമോദരൻ. ഓനെ കച്ചവടം കൊണ്ടുവന്ന്. ഏത് വിജീഷ്? നമ്മളെ ബുഷറാന്റെ. ഇനി ഓന്റെ മുമ്പിൽ ഞാൻ കൈ നീട്ടണം? ഈ ഒന്നും നീട്ടണ്ട, ഈ മിണ്ടാതെ നിന്നാ മതി. ഓ മാനേജറെ മുട്ടിച്ചേരും. ചുരുങ്ങിയതൊരു 3000-4000 പീസെങ്കിലും പോകും. അതുപോലെ മതി ചിന്തിച്ചത്. വാ ഇങ്ങോട്ട് വാ, സെറ്റാണ്. പോയിങ്ങോട്ട്. ഈ ഒന്നും ഉഷാറാവസ്ഥ. എനിക്ക് വാപ്പ വരുമ്പോ ഒന്നും ഞെളിഞ്ഞിക്കണ്ടേ വീട്ടിലൊന്നും. സാറേ ഇതാണ് ഞാൻ പറഞ്ഞ, ഇതാണ് അസി. അസിബായി പിന്നെ ഒരു കച്ചവടമായണ്ട നേരെ മൂത്തോക്കി സംസാരിക്കല്ലോ. അതാ പിന്നെ ഞാൻ ഇവിടെ പിടിച്ച്. മനസ്സിലായി. പിന്നെ ഫിജിഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ? പറഞ്ഞിനി. 3 ഉറുപ്യ 50 പൈസക്ക് ഞാൻ ബില്ല് ചെയ്യും. 3 ഉറുപ്യ ഇങ്ങനെ കിട്ടൂ. പിന്നെ അതൊക്കെ അതിവയ്ക്കറിയാലോ അല്ലേ? അല്ല ഇപ്പൊ നിങ്ങൾ എത്ര എടുക്കും? എന്നിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കാം. നിങ്ങള് ഇത് വച്ചു മൂപ്പരയിലെ സാധനങ്ങള് വച്ചു പോയി. വിജീഷേ അപ്പൊ നമുക്ക് ഒരു 50,000 എടുക്കാം. നമുക്ക് ഒരു 50,000 വെച്ചോ. എന്തേ ഇനിയിപ്പോ 10 ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ കൊടുക്കാം. 10 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത് തരാം. ആയിക്കോട്ടെ. അപ്പൊ നാളെ തന്നെ വെക്കോ? സെറ്റാണ്. 50,000. അതെ ആയിക്കോട്ടെ, സെറ്റ്. ശരി ശരി. ഇപ്പൊ എന്തായി? ഓനല്ലെങ്കിൽ ഒരു പാവാണ്, വെറുതെ ഓരോന്ന് പറഞ്ഞിട്ട്. അത് ഈ ലോക്ക്ഡൗണിന് കുറച്ച് ടൈറ്റ് വന്നപ്പോഴാണേ ഞാൻ ബുഷറിന്റെ മാലിന്ന് കുറച്ച് എൻ്റെ ഗതികേടനാണെങ്കിൽ തിരിച്ചെടുക്കും. എനിക്ക് കൊറോണയും കിട്ടി. പിന്നെ ഈ റൂട്ട് മാപ്പ് എടുക്കലും അതിൻ്റെ പിന്നാലൊക്കെ പടിയായിട്ട് ആകെ പ്രശ്നമായി പോയി. അതാണേ വിജീഷ് ഭായി, കൊറോണനേക്കാൾ ഇടങ്ങാറാണ് റൂട്ട് മാപ്പ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് കരുതിക്കാളി. കരുതലാണല്ലോ അല്ലേ? പോവാ. ഒന്ന് വേഗം ആട്ടെ, എത്ര നേരായി. ഞാൻ ചോദിച്ചില്ലല്ലോ. മക്കൾ എന്തെങ്കിലും ചോദിച്ചിട്ടാണോടാ അമ്മമാര് മക്കൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കല്? നിങ്ങൾ സൂചിപ്പിക്കാണ്ട് കാര്യം പറയുമ്പോ നാളെ ബാനു വരുന്നുണ്ട്. എന്താ നാളെ തന്നെ ഞാൻ പോയി കെട്ടണായിരിക്കും. നീ പോടണം. ഓൺലൈനിൽ ഒരു പെട്ടി കൊടുത്തയച്ചിട്ടുണ്ട് ബാപ്പ. അന്ത മൂപ്പര് ഓൾറെയിൽ കൊടുത്തയച്ചത് അടുത്ത ആഴ്ച വരുന്നില്ല, അന്നേരം കൊണ്ടുവന്നാ പറയാനാ. ബാപ്പ അതിന് ക്യാൻസൽ ആക്കിയിട്ടല്ലേ വരുന്നത്. ഇനിയും ബാപ്പാനെ കൊണ്ട് ഒരു കൊല്ലം എന്നും പറഞ്ഞ് തിരിച്ചു പോകാനുള്ള ഇട ഈ ആയിട്ട് ഉണ്ടാക്കരുതേ. ഞാൻ പറഞ്ഞിട്ടാണോ എല്ലാ കൊല്ലം ബാപ്പ ഗൾഫിൽ പോയി നിൽക്കണം? എടാ ഈ ഇങ്ങനെ ഒരു പണിയും സ്വരം ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നടക്കുമ്പോ ബാപ്പക്ക് എങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റുക? അന്നോട് ബാപ്പ പറഞ്ഞല്ലേ ആ ഇസ്മായിലിനോട് പറഞ്ഞിട്ട് അതേ കമ്പനിയിൽ എനക്ക് പണിയാക്കി തരാന്ന്. ഈ കേട്ടീനോ? എന്റെ ഉമ്മ എപ്പോഴും പറയുന്നതന്നെ ഞാൻ വീണ്ടും പറയണം, ജീവിക്കാൻ വേണ്ടി ബച്ചു ഗൾഫ് പോവില്ല. ഈ എത്ര പോരം കച്ചവടം തുടങ്ങി? എന്തെങ്കിലും ഒരു ഗുണം അനക്കോ ഈ കുടുംബത്തിന് ഇന്ന വരെ ഉണ്ടാക്കണം. ഈ പറ. 26 വർഷം വാപ്പ ഗൾഫിൽ പോയിന്നല്ലേ, എന്നിട്ട് മൂപ്പരെന്തുണ്ടാക്കി? ഈ വീടാ മുഷാറിനെ കെട്ടിച്ച. നിങ്ങൾ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കല്ലോ ഉമ്മ. കൊണ്ട് ചാടാണ്ട് നോക്കിട്ടോ, താഴെ വീണു. ഇയാളെ മൊയ്താക്കരുത് ടൊൽക്കമ്മലാളെ ടൊൽക്കമ്മല വാർത്താനം പറഞ്ഞു. നൈസല്ലേ? പുഷ്പ ജംഗ്ഷൻ റൈറ്റ് പോയ നേരെ കാണുന്ന ആദ്യത്തെ ബിൽഡിംഗ്. തെറ്റാനൊന്നുമില്ല, ഞങ്ങൾ പിന്നാലെ ഉണ്ട്. ഓ പെർഫെക്റ്റ്. ഓക്കേ ഓക്കേ.
ഞാൻ പറഞ്ഞില്ല സെയിൽ ചെയ്യാൻ കഴിച്ചിലാവുന്നു. സെറ്റാവും. സമയമില്ലാട്ടോ, ബാങ്ക് അടക്കും. സുമീരെ പൊന്നെടുക്കണ്ടേ? എനിക്കിനി സമയമില്ല. അസിയോ നടങ്ങ്. നിങ്ങൾ എണ്ണൊന്നും വേണ്ട രാജേട്ടാ, 5% വർധനവേ ഉണ്ടാവും. അല്ലടോ, നഷ്ടം വരുന്ന കച്ചവടത്തിന് മാത്രം നമ്മളെ പാർട്ട്ണറാക്കൂ. ലാഭം വരുന്ന എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ നമ്മളോട് പറയട്ടാ, നമ്മൾ പൈസ ഇറക്കാന്ന്. അത്യാവശ്യം പൈസ ഇറക്കാനുണ്ടെങ്കിൽ ലുധിയാനയിൽ നിന്ന് കണ്ടെയ്നർ ഇറങ്ങുന്ന സാധനം ഇറക്കാം, അതും ചീപ്പ് റേറ്റിന്. ലോകം മൊത്തം ഇനി മാസ്കിലായിരിക്കും രാജേട്ടാ. അല്ല, ഇയനല്ലേ പറഞ്ഞ് ഇനി അൺലോക്ക് ഒക്കെ തുടങ്ങി, കൊറോണ തപ്പം നിൽക്കും, കൊറോണ വുഹാനിലേക്ക് വണ്ടി കയറുന്നൊക്കെ. എന്നിട്ട് ഇയനെയാ പറയുന്നത് ലോകം മൊത്തം മാസ്കിലായിരിക്കും. ഈ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കട്ടാ. ശരി, എന്തായാലും വിളിക്ക്, കുറച്ച് തിരക്കുണ്ട്. ഓക്കെ, ഞാനപ്പോ ഡീറ്റെയിൽ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യാം. ഞാൻ വിളിക്കാം. പോവല്ലേ? ഈ എന്ത് പരിപാടിയാണ്ടാ കാണിച്ചേ? ഈ എന്തിനാ ഇപ്പൊ പൈസ എടുത്തിട്ട് അയക്ക് കൊടുത്ത്? അപ്പൊ സുമീന്റെ കാര്യോ? സുമീന്റെ പൊന്നി നമുക്ക് എടുക്കാടും. ഇപ്പൊ രാജേട്ടന് പൈസ കൊടുത്തുകൊണ്ട് മൂപ്പര് നമ്മളെ ബിസിനസ്സിൽ ഇനിയും പൈസ ഇറക്കും. അപ്പൊ കച്ചവടം വലുതാവും. അല്ലാണ്ട് കിട്ടിയ പൈസ കൊണ്ട് അപ്പൊ തന്നെ കടം വീട്ടിൽ തീർക്കാന്നുള്ളത് നല്ല ബിസിനസ്സുകാരുടെ രീതിയല്ല. ഈ ടെൻഷൻ അടിക്കേണ്ടത് അനക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം പറ്റി ചെയ്യില്ല. വാ. എടാ, ഇതിട്ടാ ശ്വാസം മുട്ടൂലേ? എന്റെ ഉമ്മ അത് ശ്വാസം മുട്ടി പോവാണ്ടിരിക്കാൻ വേണ്ടി ഇടുന്ന. പാത്തോ, ഈ ഇങ്ങോട്ട് കയറിയാ ഈ എന്തിനാ പോക്ക വാങ്ങിക്കൊടുത്തു? ഓളിഞ്ഞി പൈമെന്ന് ഇറങ്ങലുണ്ടാവില്ല. ഓളിപ്പോ എന്തിനാ അയിമെന്ന് ഇറങ്ങണ് അല്ലേ പാത്തോട്ടി? കാക്ക, ഇത് 10,000 ഉണ്ട്. ഈ അത് ഉമ്മാക്ക് കൊടുത്താൾ. ഉമ്മാക്ക കൊടുക്കടി. ഇപ്പൊ മനസ്സിലായില്ല ഉമ്മ, കാശുണ്ടാക്കാൻ ഗൾഫ് പോണൊന്നുമില്ലാന്ന്. അല്ലേലും എന്റെ ഉപബോധ മനസ്സ് പണ്ടേ പറഞ്ഞു നിന്റെ കാക്കക്ക് ഭയങ്കര ബിസിനസ് മൈൻഡാന്ന്. ഓളെ ഉപബോധ മനസ്സ് ഇപ്പൊ വേറെ പലതും പറയലുണ്ട് കേട്ടോ പറ്റൂ. ഇനി എനിക്ക് ആ ഇസ്മായിൽ മുതലാളിനെ കൂടെ ഒന്ന് കാണണം. മൂപ്പരാണ് വാപ്പാനെ ഗൾഫ് എന്ന് പറഞ്ഞ് പിരിയേറ്റിക്കൊണ്ടിരിക്കുന്നത്. എടാ ഇസ്മായിൽക്ക, നിന്റെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയണത്? ഇപ്പൊ നല്ലത് ഗൾഫിൽ മാത്രല്ല എന്ന് മനസ്സിലായില്ലുമ്മ. ഞാൻ നിങ്ങൾ വാപ്പാന്റെ അടുത്ത് ഇസ്മായിൽ മുതലാളിന്റെ അടുത്തും കൂടെ ഒന്ന് പോയി പറഞ്ഞാൽ അനക്ക് ഇനി ഇതുപോലെ നല്ല കച്ചവടം കിട്ടട്ടെ. കാക്ക ഇങ്ങനെ പുറത്തിറങ്ങി നടക്കണ്ടാന്ന്, കൊറോണ ആണ്. ഓ ബച്ചോ, നമുക്കറിയാത്ത ആളൊന്നും അല്ലല്ലോ കൊറോണ. നിങ്ങൾക്ക് ആ വീട്ടിലെങ്ങാനും കിടന്ന് ഉറങ്ങിയ പോരെന്ന്? കടപ്പുറത്ത് കിടന്ന് ഉറങ്ങണേന്റെ സുഖം എന്റെ വാപ്പാനോട് ചോദിച്ചാ മതി. പ്രായമായ കൊറോണ പേടി കൂടല്ലേ വേണ്ട? നിങ്ങളെന്താ ഇങ്ങനെ? ഇജ്ജ് പോയി കിടന്ന് ഉറങ്ങടേക്ക. ആ ഹലോ. ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. കേക്കല്ലേ? ആ കേക്ക പറഞ്ഞോളി. എന്താണ് എല്ലാരും ഉറങ്ങിയോ? ആ ബച്ചി ഇപ്പളാ ചോറ് നിന്ന് കിടന്ന്. ഓനിപ്പോ കച്ചവടമൊക്കെ കിട്ടുന്നുണ്ട്. എനിക്ക് കുറച്ച് പൈസയൊക്കെ കൊണ്ട് തന്നീന്. അടിപൊളിയാണല്ലോ. ഞാൻ പണിക്കൊന്നും പോകണ്ടിരുന്നാ പോരെ? പൈസ കൊണ്ടുതരല്ലോ. അല്ലാതെ നിങ്ങള് പുയ്യാപ്പിളനെ വിളിച്ചിട്ട് എന്തേലും പറഞ്ഞു? അത് പറയാനാ ഞാൻ എന്നെ വിളിച്ചു. പുയ്യാപ്പിളിക്ക് മഹലിലെ കുറച്ച് ആൾക്കാരും കൂട്ടി ഒന്ന് ഇരിക്കണം. ഓ, അതിനെന്താ അവരിരുന്നോട്ടെ. അതല്ലടി, ഈ ബച്ചുവിനോടൊന്ന് പറയൂ പുയ്യാപ്പിളൊന്ന് വിളിക്കാൻ വേണ്ടിട്ട്. ആ ഞാൻ പറയാ, പക്ഷെ നിങ്ങളും ഒന്ന് വിളിച്ചോളി. ഇതാ നിങ്ങൾ കൊറോണ ഒന്നും തീരുന്നവരെ പണിക്കൊന്നും പോണ്ട. ഞാൻ കാര്യം പറഞ്ഞതാ. കുഴപ്പമൊന്നുമില്ലടി, പണി കുറവായതുകൊണ്ട് സൂക്കേടും കുറവാ. പിന്നെന്താ, ടൈഗർ പാമ്പ് പറട്ടി തരാൻ ഈ എടുത്തില്ല എന്നുള്ളൊരു സങ്കടം മാത്രമേ ഉള്ളൂ. നിങ്ങക്ക് അതേ വിമാനത്തിൽ തന്നെ വരാൻ പറ്റൂലേ? ആ നോക്കാം. പിടിപാടുള്ളവരൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് കമ്പീന്റെ ഓളം പിടിച്ച് തൂങ്ങിട്ടെങ്കിലും വരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം തമാശയാ. 21 ഞാനവിടെ നോക്കി പുയ്യാപ്പളിന്റെ സമ്മതം അറിവോ ഇല്ലാതെ സ്വർണം വേറൊരാൾക്ക് കൊടുക്കാന്ന് വെച്ചാ അത് തെറ്റല്ലേ? അതല്ലല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം.
ലോക്ക്ഡൌൺ സമയത്തെ ഒരു നാട് മുഴുവൻ പുരണ്ടാത്ത് കുടുങ്ങിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു അന്യ പുരുഷനെ രഹസ്യമായിട്ട് കാണുമെന്ന് വെച്ചാൽ ന്യായീകരിക്കാൻ പറ്റുന്ന തെറ്റാ? നിങ്ങൾ പറയും. അല്ലിക്ക, ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞല്ലേ. ഇതിപ്പോ നമുക്ക് എങ്ങനെ തീർക്കാന്ന് പറയും. അതിനല്ലേ നമ്മളിവിടെ കൂടിയേ? ഇല്ലേ ഇല്ലേ റഷീദേ? അതെ, ഒരു പെണ്ണിന്റെ കാര്യല്ലേ. നിങ്ങൾ പറയുന്ന പോലുള്ള തെറ്റൊന്നും ബുഷറ ചെയ്തില്ല. ആദ്യം നിൽക്കണ റഷീദിനും അറിയാം. പിന്നെ പിയ്യാപ്പിളനോട് ആലോചിക്കാതെ മാലൊന്ന് മറിച്ച്. അത് തെറ്റല്ലേ ഓള് ചെയ്ത്? അതെങ്ങനെ തെറ്റാവണേ? ആ മാല എനിക്കിന്റെ വാപ്പ തന്നല്ലേ. അതെന്റെ പുയ്യാപ്പിളക്കാന്റെ വാപ്പ കൊടുത്തല്ലേ? അല്ല, അത് എന്റെ വാപ്പ എനിക്ക് തന്നാണ്. നിങ്ങൾ എണീക്ക്. പെണ്ണിന്റെ വീട്ടിൽ വന്നിട്ടേ ഇമ്മാതിരി മാനക്കെട്ട വർത്താനം കേൾക്കേണ്ട ഗതികേടൊന്നും ഞമ്മക്ക് ഉണ്ടായിട്ടില്ല. ഇവള് പറഞ്ഞിട്ടല്ലേ ഈ ഇരുത്തം ഇവിടെ നാക്കി. എന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയാ അവള്. മോളെ ബുഷറ, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാനുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ വർത്താനം പറഞ്ഞാലോ? എനിക്ക് എന്റെ ഭർത്താവിനോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കണം. ആ ഒന്നും നടക്കൂല. ഒരു സംസാരിക്കട്ടേന്ന്. ചെല്ലു റഷീദേ, ചെല്ലടോ. നീ ഒന്ന് പോയി നോക്ക്. ചെല്ല്. അത് നിങ്ങളൊന്നും പറയണ്ട. വിജീഷ് ആരാ നിങ്ങൾക്ക് അറിയില്ലേ? എനിക്കറിയാം. എന്നാരാ? എൻ്റെ കൂടെ ചെറുപ്പം മുതലേ കളിച്ചു വളർന്ന എൻ്റെ ചങ്ങായി, നമ്മളെ +2 ഗ്രൂപ്പിലെ മെയിൻ ആള്. ആ, അങ്ങനെയുള്ളവന് പെട്ടെന്നൊരാവശ്യം വന്നപ്പോ ഞാൻ എന്റെ മാല ഒന്ന് മറിക്കാൻ കൊടുത്തതല്ലേ? അതൊക്കെ എനിക്കറിയാം ബുഷറ. എന്നാലും ഈ അമ്മമാരോട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇനി പറയൂ. എന്നെ മോശക്കാരിയൊക്കെ സംസാരിക്കാൻ ഞാൻ ആരെ സമ്മതിക്കൂല. എന്നാ ഞാൻ എല്ലാം വിട്ട്. ആണോ? എന്നാ ഞാൻ വിട്ടില്ല. എന്നെ സംശയിച്ചതിനും എന്നെ പറ്റി മോശമായിട്ട് വർത്താനം പറഞ്ഞതിനും മാപ്പ് പറയണം. മാപ്പ് പറയണം. മാമ എണീറ്റോളി പോവാ. എന്താ റഷീദ? ഓള് ശരിയല്ലോ സംഘ. എന്താ പറഞ്ഞേ? ഓള് വരാൻ പോലൂ. നമ്മളെല്ലാരും ഓളോട് മാപ്പ് പറയണമെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നടപടിയാവൂല. നടക്കൂല. ഇല്ല മനുഷ്യരെ പറയിപ്പിക്കാനായിട്ട് മാപ്പ് പറയേണ്ടത്. കള്ളനോട് ഇറങ്ങി നടന്നത് പോലെ മാപ്പ് പറയണം. ബുഷറാനോട് ഈ ചൂടാവാൻ പാടില്ലേനും പറ്റോ? ഈ എന്തോ ഒൽക്കമലത്തെ വർത്താനം പറയണ അസിയെ. ഓള് പറയണതിൽ കാര്യമില്ലേ? ഈ എന്താ അത് മനസ്സിലാക്കാത്ത? ഓളായിട്ട് ഉണ്ടാക്കിയ പ്രശ്നമല്ലേ. നമ്മളത് എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കുമ്പോഴേ ഓളൊരു മാഞ്ഞാളോടൊന്നും പറഞ്ഞിട്ട് വിനോ എനിക്കത് മതി വെക്ക്. വേണമെങ്കിൽ വെട്ടി കൊടുക്കാം. ഇതന്നെ 12 മണിക്ക് മുന്നേ വിറ്റീരാന്ന് അറിയില്ല. പിടിക്ക്. ഞാൻ പോയി ഇറങ്ങണം. എടാ, ഈ 2 ദിവസം കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആവണേ. ഓളെ കൊണ്ടൊന്ന് സ്കാനിങ്ങിന് പോലെ. പിന്നെ എന്നോട് ഈ കാറ് പറഞ്ഞിട്ടുണ്ട്. ഈ വിളിച്ചാ മതി. വിജീഷാണല്ലോ. എടുക്കെടുക്ക. പുതിയ മാസ്ക് വേണേ. സ്പീക്കറിലിട്. ഹലോ വിജീഷേ. എവിടെ പോയി കിടക്കുക? എത്ര നേരം വിളിക്കുന്നത്? എന്തായാലും വിജീഷ പറഞ്ഞോ. ഇവിടെ ആകെ പ്രശ്നമാണ്. നാളെ രാവിലെ തന്നെ ലാബിലേക്ക് വരണം. എന്താണ് പ്രശ്നം? എന്താണ്? എടോ, ഇതിന്റെ അപ്പുറത്തേക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാ? അസിയെ, ഞാനൊരു കാര്യം പറയാം. നിനക്കുണ്ടാവൂലേ? ഈ കാര്യം പറ വിജീഷ. എന്ത് കാര്യം പറയും? ഒന്നും അറിയില്ലെങ്കിൽ രാവിലെ തന്നെ അങ്ങോട്ട് എത്തിയാ മതി. എടാ, ഇതിപ്പോ എന്താ? ഹലോ എടാ, ഹലോ. നോക്ക്, ഈ മൊത്ത സാധനം തിരിച്ചുകൊണ്ടുപോവാ. എന്നിട്ട് ഇന്ന് തന്നെ എനിക്ക് മുഴുവൻ പൈസ തിരിച്ചിടണം. സാറേ, പൊട്ടി വള്ളി ശരിയാക്കി തന്നാ പോരെ? വള്ളി ശരിയാക്ക്? എങ്ങനെടോ? ഈ 50,000 പീസിന്റെ വള്ളി ശരിയാക്കുമ്പോഴത്തേക്ക് ഞാൻ പെൻഷൻ ആവൂലേ? ഒന്ന് പറഞ്ഞു കൊടുക്കണോ? നോക്ക് സാറേ, പൈസ മുഴുവൻ തിരിച്ചുതരാന്ന് പറയുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് കുറച്ച് സമയം താ, അതിനുള്ളിൽ ഇതെല്ലാം നേരാക്കി കൊണ്ടുതരാം. പോരെ? ഈ പറച്ച തുന്നിയ സാധനമായിട്ട് ഇങ്ങോട്ട് വരണ്ട. ഒക്കെ എന്നെ കൊണ്ടല്ലേ സാറേ? ഞാൻ എന്ത് ചെയ്ത്? സാറില്ലാമുള്ളൊരു കാര്യം പറഞ്ഞു. നീ മിണ്ടിപ്പോരുത്. എല്ലാം ഇറങ്ങിപ്പോയ്ക്കോ. പൈസ എനിക്ക് തിരിച്ചിട്ടില്ലെങ്കിൽ എല്ലാത്തിനെയും കൊടുത്തു. നിങ്ങൾ അത് വിടും.
ഒന്നിന് 50 പൈസ വെച്ചിട്ട് 50,000 മിസ്സിന് മൊത്തം 25,000 ഉറുപ്പിയാണ് നിങ്ങളുടെ മാനേജറെ പറ്റിച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. കൂടുതൽ പിടയ്ക്കാൻ നിൽക്കുമ്പോൾ അതും കൂടെ ആലോചിച്ചാൽ നല്ലത്. നിങ്ങളെ പൈസ എവിടെയും പോയില്ല ബോസേ, തരൂ. പോട്ടെ മാനേജർ സോറി. അതാണ് സാറെടുത്തോണ്ട് എന്തിപ്പോ ചെയ്യാ? നിങ്ങളുടെ മോൻ എന്ത് പരിപാടി കാണിക്കണം? എവിടുന്ന് ഒഴിവാക്കിയിട്ട് മാസ്ക് നമ്മളെ കെട്ടി വെക്കാം. മൊത്തം വെള്ളി ഒട്ടിപ്പോയി. എല്ലായിടത്തും ഒഴിവാക്കാണ്. മൂപ്പരാണ് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. ഓനെ എല്ലാ മാസ്ക് എടുത്ത് ഭരിച്ചു നോക്കുക വള്ളി പൊട്ടുവോ ഇല്ലയോന്ന്. എന്റെ പൊന്നാര മോനെ ഓ പുറത്തിറങ്ങാൻ കഴിയാണ്ട് ഇവിടെ കുടുങ്ങി കിടക്കുക. ആർട്ടിഫിസിയർ ചെയ്തപ്പോ നെഗറ്റീവ്, ആന്റിജൻ ചെയ്തപ്പോ പോസിറ്റീവ്, പിന്നെയും 15 ദിവസം അവൻ ക്വാറന്റീൻ കിടന്നു. അതിനിടയിൽ അവനൊരു വള്ളി പൊട്ടി കേസും കൊണ്ട് വന്നിക്കണ്. ഈ ഒന്ന് പോയിക്ക മോനെ അടുത്ത്. അപ്പൊ എന്റെ പൈസ കച്ചവടാവുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ഒന്ന് പോവാൻ നോക്കുമോ? എന്റെ പൈസ കൊണ്ട് തിന്നാ നോക്കണ്ട. എന്താണ്ടാ പറയാൻ വന്നത്? ഓ സുഖമില്ലാണ്ട് കിടക്കാൻ നിനക്ക് അറിഞ്ഞൂടെ? സുഖമില്ലാത്ത മോന്റെ അടുത്ത് പറഞ്ഞു എന്റെ പൈസ കൊണ്ട് തിന്നാൻ നോക്കണ്ട. ഇനി നീ പുറത്തിറങ്ങുമല്ലോ. ചെയ്താലും മൊത്തം അതിന്റെ തിരുന്നോളാം. പോവാൻ നോക്കണോ? ഓന്റെ പേരും പറഞ്ഞ് ആരൊക്കെയാ പറ്റൊരു ഭർത്താക്കാരൻ വന്നിട്ട് പോവാൻ നോക്കൂ. ഈ 16-ാം തീയതി സുമീനെ കൊണ്ടുപോണത്. പൊന്നാരാസിയെ നമുക്ക് ശരിയാക്കാം. ഈ വണ്ടി കയറും. ഇത് ഈ പറഞ്ഞ അത്ര പ്രശ്നമൊന്നുമില്ലടോ. ഒരാടി അങ്ങോട്ടും ഒരാടി ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, കുറച്ച് ഉസേന്റെ അടുത്ത് കൊണ്ടു കൊടുക്ക്. ബാക്കി നമ്മളെ ചുറ്റടുത്ത് മിഷനുള്ള വീടില്ലേ അവിടെയും കൊണ്ടു കൊടുക്ക്. എന്നാ പണി എളുപ്പാവും. ആയിക്കോട്ടെ, കുഴപ്പമില്ല. അടിയൊന്ന് സ്ട്രോങ് ആയിക്കോട്ടെ. ഇനി എവിടുന്ന് കംപ്ലൈന്റ് വരരുത്. ഇല്ലേടോ, ഈ ധൈര്യമായിട്ട് പോയിക്കോ. 3-4 ലക്ഷത്തിന്റെ പണി കിട്ടിയേക്കാണ് ഉണ്ണിയേട്ടാ. ധൈര്യമൊക്കെ ലേശം ചോറ് നിൽക്കണം. ശരി എന്നാ. ഈ പേടിക്കണ്ട, ഞാൻ എന്റെ പിന്നില് പോരെ. നൈസിലെ ബാക്കി നമുക്ക് ഉഷേച്ചിയുടെ അവിടെ കൊടുക്കാം. അപ്പൊ ഉണ്ണിയേട്ടാ ഞങ്ങൾ ഇറങ്ങി. ഓ ഓ ഒന്ന് സറായി കളിട്ടോ. ആയിക്കോട്ടെ മോനെ. കാക്കാ ഇതൊന്ന് പിടിക്ക്. ഇതെന്തിനാടി? അവിടെ ആകുമ്പോ കാറ്റും വെളിച്ചുണ്ട്. അപ്പച്ചിക്ക് എന്തെങ്കിലും എഴുതിയും വായിക്കുകയും ചെയ്യാവാ. 14 ദിവസം റൂം ക്വാറന്റൈൻ, പിന്നെ പ്രവാസികൾക്ക് 14 ദിവസം ഹോം ക്വാറന്റൈൻ വേറെ. എന്തൊക്കെയാണ് ഇതൊന്ന് മാറ്റി വിരിക്കാം. ആ പുതപ്പൊക്കെ ഒന്ന് എടുത്ത കാക്ക ഇതൊന്ന് എടുത്തേ. അതും കൂടി ഒന്ന് പിടിക്ക്. ബച്ചോ, ഈ സുമീന്റെ സ്വർണ്ണം എടുത്ത് പണയം വെച്ചിനോ? അന്നോടാ ഞാൻ ചോദിക്കണേ. ഈ വെച്ചിനോ? ആ വെച്ചിനി. അടുത്ത് കൊടുക്കുകയും ചെയ്യും. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏതൊരു ചെറുപ്പക്കാരനും ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുണ്യപ്രവൃത്തിയാണ് നമ്മുടെ സ്വന്തം രാജേഷേട്ടൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൊതുടാപ്പ് ഉദ്ഘാടനത്തിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട രാജേഷേട്ടനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രാജേട്ടാ എന്നാ കൈ എഴുതിയിട്ടാണ്ട് ഉദ്ഘാടനം ചെയ്താലോ? മാറിക്ക് സാമൂഹികകലം. രാജേട്ടാ വരി. നിങ്ങളൊന്നും കേൾക്കണ്ട കേട്ടോ, സമയമില്ല. നമുക്ക് അവിടുന്ന് കേൾക്കാം. ഞാനേ ഉണ്ടായത്തോട് ഇതേമായി ഇതൊരു പൈപ്പ് ഉദ്ഘാടനം ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോവാം. അപ്പൊ ശരി. വരി. രാജേട്ടാ നാളത്തെ എഡിഷനിൽ വരില്ലടാ. ഓ ഉറപ്പായിട്ടും മാറ്റോട്ടെ രാജേട്ടാ. നല്ല നോക്കി കൊടുത്തേക്കിട്ടോ രാജേട്ടാ. പക്ഷേ ഫോണിൽ കൂടെ പറഞ്ഞതിന് എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. രാജേട്ടാ, ഇതിപ്പോ ചില പീസുകൾ വള്ളി പൊട്ടി, ശരിയാണ്. അതിപ്പോ ബൾക്കായിട്ട് സാധനം ഇറക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ലേ? ഞാൻ വലിച്ചാലും പൊട്ടാത്ത രീതിയിൽ അതിനുള്ള പരിഹാരം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. എന്നാ പിന്നെ എന്താ പ്രശ്നം? എനിക്ക് ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കച്ചവടം തുടങ്ങിക്കൂടെ? മുഴുവൻ ലാഭം എനിക്ക് തന്നെ അല്ലേ? അങ്ങനല്ല രാജേട്ടാ, നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് മാസ്കോട്ട് എടുക്കണം, എന്നാലേ ഇപ്പോൾ ഉള്ളത് പോവുള്ളൂ. എൻ്റെ ബച്ചോ, അങ്ങനല്ല രാജേട്ടാ.
പറഞ്ഞ പിന്നെയും പറഞ്ഞ് വെറുതെ സമയം കളയണ്ട. എനിക്കിപ്പോൾ വേണ്ടതിലധികം ബിസിനസ് ഉണ്ട്. ഇത്തവണയും കൂടെ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കി. എനിക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? എന്നാൽ നിങ്ങൾ കുറച്ച് പൈസ എനിക്ക് കടമായിട്ട് തരും. ഒരൊറ്റ മാസത്തെ ഗ്യാപ്പ് മതി. എനിക്ക് ചായ എന്താ വേണമെങ്കിൽ ഇവിടുന്ന് കുടിച്ചോ. അതിൻ്റെ പൈസ രാജേഷേട്ടൻ കൊടുത്തോളാം. പോട്ടെ മോനെ, കുറച്ച് തിരക്കുണ്ട്. ഹലോ, എന്താണ് വാപ്പ പറയും? എന്താണ് വെച്ചോ അവിടെ കാട്ടിക്കൂട്ടണ? എന്താണ്? എടാ, എനിക്ക് പൈസ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചൂടെ? എന്തിനാണ് സുമീന്റെ പൊന്നൊക്കെ വാങ്ങി പണയം വെച്ച്? പൊന്നു വാങ്ങുന്നതും പണയം വെക്കുന്നതൊന്നും ലോകത്തായിട്ട് സംഭവമൊന്നുമല്ല. ഞാൻ എടുത്ത് കൊടുക്കും. വെച്ചിട്ടുണ്ട്, എടുത്ത് കൊടുക്കാൻ വേണം. ഈ ഒരു നാട്ടിൽ നിൽക്കണ്ടെങ്കിൽ കയറിപ്പോരാ, അതാ നല്ലത്. നാട്ടിൽ എന്താ ശരിയാവൂലേ? അതാ എന്നിട്ട് നിങ്ങളെ പോലെ തോറ്റ പ്രവാസിയായിട്ട് ഞാൻ എൻ്റെ ജീവിതം അവിടെ തീർക്കാം. അപ്പം എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. മറ്റന്നാ കാണാം. പറയുന്നുണ്ടൊന്നും തോന്നരുത് വെച്ചോ. ഈ ഭയങ്കര സ്വാർത്ഥന. സുഖമില്ലാത്ത വാപ്പനെ പണിക്ക് വിട്ടിട്ടല്ല ഈ എൻ്റെ വാശി തീർക്കണ്ടേ. ദാസി, എനിക്ക് വാപ്പനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ മൂപ്പരോട് എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. വേണ്ട സമയത്തൊന്നും എനിക്ക് വാപ്പാനെ കിട്ടിയിട്ടില്ല. 2 വർഷം കൂടുമ്പോൾ 1 മാസം, കൂടിപ്പോയ 2. അത്രയേ ഉള്ളൂ എനിക്ക് വാപ്പ. പക്ഷെ പറയുമ്പോൾ എന്താ, ഗൾഫുകാരൻ്റെ മോൻ, ഗൾഫിൻ്റെ സ്പ്രേ, ഗൾഫിൻ്റെ ഷൂ, ഗൾഫിൻ്റെ കുപ്പായം, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വാപ്പ മാത്രം. അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെയല്ലേ വെച്ചോ. എല്ലാത്തിനും പിന്നെ എനിക്കൊരു ന്യായം ഉണ്ടാവുമല്ലോ. ബാനുവിന്റെ കാര്യത്തിൽ ഈ തന്നെയല്ലേ കാട്ടിയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ഓള് കെട്ടിയനെ വിട്ട് വീട്ടിൽ കുത്തിരിപ്പായി. ആ ലാബിൽ നിന്ന് പൈസ ഇട്ടപ്പോ ഈ എന്താ ആദ്യം ചെയ്ത്? നേരെ പോയി രാജേഷേട്ടനെ സോപ്പിടാൻ. ആ സമയത്ത് സുമീരെ പണ്ടെടുത്തിനെങ്കിലോ? അത് വിട്ടേക്ക്. രജീഷിന്റെ കാര്യം അങ്ങനെയല്ല. ഓന്റെ പണി പോവും, അതിന്റെ പുറത്ത് കേസും. അസിയെ, ഓള് സ്വർണ്ണം ഇട്ടിട്ടേ വീട്ടിൽ പോകുള്ളൂ. വിജീഷിന്റെ പണിയും പോവില്ല. ഞാൻ തീരുമാനിച്ചിരിക്കണം. ഇതിപ്പോ ഈ പെട്ടിട്ടാണ്, അനക്ക് വേറെ വഴിയില്ല. അതുകൊണ്ടാണ് ഈ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നത്. അത്രയേ ഉള്ളൂ. ലാബുകാരോട് വാങ്ങിയ 1.5 ഉറുപ്പ്യ, അസീന്റെ വൈഫിന്റെ ഗോൾഡ് തിരിച്ചെടുക്കാൻ 1 ലക്ഷം ഉറുപ്പ്യ. പിന്നെ എന്താ, പിന്നെ ഒന്നുമില്ല അല്ലേ? അങ്ങനെ എല്ലാം കൂടി 2.5 ലക്ഷം ഉറുപ്പ്യ. കുറച്ച് പൈസ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിലുള്ളതൊക്കെ എൻ്റെ കയ്യിൽ വെച്ചു. ലാബാര് കേസ് കൊടുത്താൽ വലിയ ചൊറയാവും. പക്ഷെ ഇന്റെ പൈസ എപ്പോ എനിക്ക് കിട്ടും അത് പറഞ്ഞില്ലല്ലോ. ഞാൻ പോവാൻ റെഡിയാണ്. എവിടെ പോവാൻ? അപ്പൊ അംബാനി അവളെ പൂതിയൊക്കെ വിട്ട? അല്ല വിട്ട? ഈ തീരുമാനം ഈ നേരത്തെ എടുത്തിരുന്നെങ്കിൽ. അല്ല അത് പോട്ടെ, ബാപ്പാന്റെ പണി തരാന്നല്ലോ ഞാൻ പറഞ്ഞത്. കമ്പനിയിൽ മാരാരാക്കുന്നല്ല പറഞ്ഞത്. അനക്ക് പഠിപ്പില്ലേ? ഒന്ന് ഞാനിപ്പോ തരാം, ബാക്കി ഒരാഴ്ച കഴിഞ്ഞ്. ഓക്കെ അല്ലേ? പിന്നെ വാപ്പ അറിയരുത്. കമറൂവിനോട് ആലോചിക്കാതെ ഒരു കാര്യവും ഞാൻ ചെയ്യൂലെന്ന് എനക്കറിയാലോ. ഈ എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസിന്റെ വാട്സാപ്പിലേക്ക് അയച്ചു കേട്ടാ. ഓക്കെ. പിന്നെ പ്ലെയിൻ എല്ലാം അടുത്ത മാസത്തെ ഓപ്പൺ ആവാന്ന് പറഞ്ഞു. പാസ്പോർട്ടെല്ലാം റെഡിയാക്കി വെച്ചോ. പിന്നെ പോവാൻ റെഡി ആയിട്ടോ. നോക്കിട്ടെ, കാല് കാല്. സന്തോഷായില്ലേ?
ഇപ്പൊ സമാധാനായിട്ടിരിക്കല്ലോ. ഒന്ന് പോടാ. കുട്ടിക്ക് നല്ല തടിയുണ്ടോ? ഉരുണ്ടിട്ടൊരു സാധനം ഇഷ്ടമാണ്. പിന്നെ കുട്ടിക്ക് തടിയല്ലേ ശരിയല്ലേ? ഇനിയിപ്പോ ഇതില്ലാത്തതിന്റെ പേരിൽ എനക്കൊരു ചീത്ത പേര് വേണ്ട. അല്ല ഈ എന്നിട്ട് എപ്പോഴാ പോണ്? ഇങ്ങോട്ട് ഈ ഗൾഫ് പോവാന്നാണ്? ഞാൻ ഗൾഫിൽ പോകുന്നില്ല. അപ്പൊ പിന്നെ ഈ ഇസ്മായിൽ ഖാനോട് പോവാ റെഡിയാന്നൊക്കെ പറഞ്ഞ് എന്റെ ഗോൾഡ് എടുക്കണ്ടേ, ലാബിന്റെ പൈസ കൊടുക്കണ്ടേ? അതുകൊണ്ട് അന്നേരം ഞാൻ മൂപ്പരുടെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞ് പൈസ മേടിച്ചു. അടുത്ത മാസം ഫ്ലൈറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്ക് ഞാൻ ആ പൈസ എടുത്ത് തിരിച്ചു കൊടുക്കും. അല്ലാണ്ട് ബച്ചു ഗൾഫിൽ പോകുന്നില്ല. എന്റെ ഒരു കാര്യം ലഭ്യത അടിസ്ഥാനമാക്കി എവിടെ പോയതാ? ഞങ്ങൾ സ്കാനിങ്ങിന് പോയി വരാം സാർ. ആഹാ, എന്താ നിങ്ങൾക്ക് ആർക്കും മാസ്ക് ബാധകല്ലേ? അല്ല സാറേ, വണ്ടിയുടെ അകത്തല്ലേ. എന്താ വണ്ടിക്കകത്ത് എന്താ മാസ്ക് ബാധകല്ലെന്നാ? അല്ല, വണ്ടിയിലിരിക്കുമ്പോൾ എന്തിനാ സാറേ മാസ്ക്? അത് ശരി. നിങ്ങൾ എവിടെ ചെന്നാലും ഇങ്ങനെ ഗ്ലാസും ഡോറും തുറക്കാതെ ഫുൾ ടൈം കാർ തന്നെ ഇങ്ങനെ കുത്തിരിക്കല? എടോ, ഡോറ് തുറക്കുമ്പോഴും ഗ്ലാസ് കാത്തുമ്പോഴും കൊറോണ വണ്ടിക്കകത്ത് കയറി ഈ എന്ത് ചെയ്യടോ? ആരാണ് ഡോർ തുറക്കണമെന്ന് നോക്കിയിരിക്കുകയാണ് കൊറോണ. ഒന്ന് പോ സാറേ. ഈ എന്താ ആളെ കളിയാക്കുക? ഞാനപ്പോ കളിയാക്കി. എന്നാ കുഞ്ഞുമൊന്ന് കാര്യം ചെയ്യും, കാറിന് ഇങ്ങോട്ട് ഇറങ്ങും. എന്നിട്ട് ആ ബുക്കും പേപ്പറും എടുത്തോ, നേരെ എസ് ഐ സാറിന് അടുത്ത് നടന്നു. കളിയാക്കുന്നു. അല്ല സാറേ, ഇല്ല, നീ അവിടെ ഇരിക്കും, ഞാൻ പോയി വരാം. വാ വാ വാ, വേഗം നോക്ക്. സാർ ഇതാണ് സാർ, ഇവനാണ് ആളെ. നായനാടാ ഞങ്ങളീ പറയുന്നത് നിനക്ക് തമാശാട്ടാ തോന്നണേ? ഞങ്ങളെ കഷ്ടപ്പെടുന്ന കാർ കൊണ്ടിട്ടാടാ? മൂപ്പരാളൊരു പൊട്ടത്തരം പറഞ്ഞ പറയാണ്ട് തിരിച്ചു പോയതാണ്. പൊട്ടത്തരം പറയാം? ഞങ്ങളെ എനിക്ക് പൊട്ടം വരാട്ടാണോ തോന്നണേ? അങ്ങനല്ല, ഇങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് പറയാ? കാറിൽ മാസ്ക് വേണം. അല്ലാ, ബച്ചുവിന്റെ വാപ്പാന്റെ മുതലാളിയാ. മൂപ്പരെ പറ്റിച്ചിട്ട് അവൻ പൈസ വാങ്ങി. വേണ്ട വേണ്ട, എന്തിന്? ഓ എന്തൊക്കെ കള്ളത്തരാ പറഞ്ഞിട്ടുള്ളതെന്ന് ഓനക്കും പടച്ചോനും മാത്രം അറിയും. അടക്കട്ടെ. കളിക്കണം സാറേ, മാഞ്ഞിട്ട് സംസാരിക്കണം. എന്റെ മാനിയാ നിനക്ക് കാണിച്ചാണോ? പറടാ, നിന്റെ പേര് അഡ്രസ്സും പറടാ. എന്താ പേടിയാണ് നിനക്ക്? ബച്ചു, ബഷീറുദ്ദീൻ BP. ഇസ്മായിൽ ഖാ അസിയാണ്, ബച്ചുവിന്റെ ഫ്രണ്ടാണ്. ഓനൊന്ന് പുറത്തു പോയതാ. ഞാൻ ഓത്തിട്ട് വിളിക്കാൻ പറയട്ടെ? അതല്ല സി, വേറെ പ്രശ്നമുണ്ട്. നിങ്ങൾ എവിടെയാ ഇപ്പൊ? ടൗണില്. ബച്ചുവിന്റെ ബാപ്പ മൂപ്പര് പോയടാ. എന്താണ് കാ? കമർക്ക് പോയിന്ന് അറ്റാക്ക് കഴിഞ്ഞു. ബാപ്പയുടെ പേര് പറടാ. കമറു. വന്ദേ ഭാരതിന് ടിക്കറ്റ് ബുക്ക് ചെയ്താ, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തതാണ്. ഞാൻ അറിഞ്ഞിട്ട് അരമണിക്കൂറായിട്ടുള്ളൂ. ഇല്ലടോ, മൂപ്പർക്ക് കൊറോണയൊന്നുമില്ല. അവിടെ ഓനെത്തിക്കുന്ന വിളിക്കും. പോകണം.
ചാലിയ അത് മതിടാ നേടാ എന്നാ നേടാ അങ്ങനെ വലിച്ചിട്ടേ പോരെ. ആ അങ്ങനെ വലിച്ചിട്ടില്ല. അതിന്റെ ഇടയിൽ കൂടി ഒരു മുളയും കീറി ഞാൻ കുറച്ചുകൂടി ഉറക്കും. വലിയൊരു കാലിനോട് പറയും ഓ മുകളിൽ കയറി നാളെ ഇവിടെ ഉണ്ടാവേണ്ടല്ലേ അവൻ? പടച്ചോന്റെ കള്ളാഹ് തടുത്താ നിൽക്കൂല. അല്ല, റഷീദിനെ അറിയിച്ചോ? मंजल 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 हाँ मंजल ज्यादा डाल ज्यादा അത്ര സാധാ ഡാലിന്റെ ഇമാറേ ഈ ചങ്ങായിമാരി ഒരു കാര്യമില്ല, കുറച്ചിട്ടാ മതി. ഹലോ കോൺ? അല്ലാ അസിക ആ സ്വിച്ച് ഒന്ന് ഇടിയുന്നു. ഞാനിവിടെ എത്തി കൊടുക്കാം വെച്ചോ. നൗഷാദ് നൗഷാദ് മാമ. വാലേക്കും അസ്സലാം. എല്ലാം ശരിയായതല്ലേ? പിന്നെ ഒന്നും നമ്മളെ കയ്യിലല്ലല്ലോ. പഠിച്ചോ വിചാരിച്ച ഹോസ്പിറ്റലിൽ തന്നെയാണ്. ഭാഗ്യത്തിന് കൊറോണ പോസിറ്റീവ് അല്ല. പക്ഷേ ഇവിടുത്തെ പ്രൊസീജിയറൊക്കെ ഇപ്പൊ മുമ്പത്തേനേക്കാൾ 3 ഇരട്ടിയാ. ഇൻഷാ അല്ലാ ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഞാൻ നാളെ വിളിക്കാം. വെച്ചോ. ചാലി അങ്ങോട്ട് വലിച്ച് കെട്ടിവിടാ. വലിക്കുന്നുണ്ട്. പിടിക്കടാ. ആളി എത്തിയല്ലോ. കുറച്ച് ചായ കട്ട ചായ ഇടാൻ പറയാം. അലിയേ ബച്ചുവിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് കസാലയും കൂടെ എടുത്തോ. ഞാൻ പോയിക്കോ, മറന്നുകൊണ്ടാ. ബച്ചു ഉഷറാകത്തുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് നൗഷാദ് മാമയുണ്ട്. അലി വന്നത് മോളെവിടെ? ഇന്നോട് ക്ഷമിക്കലടോ, ക്ഷമിക്കില്ല. അതെ അല്ല സായ, എന്തേലും ഒരു വഴിയുണ്ടെന്ന് നോക്കാൻ പറ്റുമോ? അല്ല നീ ഒന്ന് നോക്ക, ഞാനൊന്ന് നോക്കാം. ശരി വെച്ചോ, ചെറിയൊരു പ്രശ്നമുണ്ട്. വാ
നാട്ടിൽ കൊണ്ടുവരാൻ പറ്റിക്കലമ്മ? എനിക്കൊന്നും അറിയില്ല എൻ്റെ മോളെ. ദാ നബീസാക്ക് ഒരു ചായ എടുക്കേ. ആയിസാക്കൂ. മോനെ എനിക്ക് ചായ ആണോ? എനിക്ക് വേണ്ട, മാവൂർ കൊടുക്കും. അങ്ങോട്ട് കൊടുക്കും. ഈ ഓരോ കാര്യങ്ങളൊക്കെ നോക്കണേ. ആയിക്കോട്ടെ. ജീവനോടെ നാട്ടിലേക്ക് വരുന്ന തന്നെ നല്ലതിനല്ല. ഇന്റെ മരുവൻ തന്നെ വന്ദേ ഭാരത്തിന് ടിക്കറ്റ് കിട്ടിയിട്ട് വേണ്ടാന്ന് വെച്ചില്ലേ, അതിലപ്പുറണ്ടോ ഈ മയ്യത്തിന്റെ കാര്യം? എന്റെ ഉണ്ണി, ഈ ലോക്ക്ഡൌണിന്റെ ആരംഭത്തിലൊക്കെ കൃത്യമായിട്ട് കാർഗോയില് മയ്യത്ത് വന്നായിരുന്നു. ഇതിപ്പോ എന്നാ ബന്ധാക്കിയെന്ന് ഞമ്മക്കറിയില്ല. നിങ്ങൾ ഓരോട് ഒന്നും കൂടി ശ്രമിച്ചു നോക്കാൻ പറയിക്ക. ഈ എന്ത് വർത്താന റഷീദായി പറയണേ. നൗഷാദ്, പിന്നെ നമ്മളെ KMCCയുടെ ഷാനവാസ് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഇത്ര ഉറപ്പ് പറയണ്ടേ? പെർമിഷൻ നിർത്തിയത് മിനിഞ്ഞാന്ന്. ഇനി ഇതിപ്പോ മാറാനായിട്ട് എത്ര ദിവസം പിടിക്കും എന്നുള്ള കാര്യം പടച്ച തമ്പുരാനറിയാം. അല്ല ഇസ്മായിലേ, നമുക്ക് എങ്ങനെയും ഒന്ന് എത്തിക്കിട്ടിയാ ഓന്റെ കവറെങ്കിലും ഇവിടെ അടുത്തുണ്ടാവൂലേ? അതിന് മയ്യത്ത് നാട്ടിലേക്ക് എത്തണ്ട കാക്ക. ഈ 2 ദിവസമായിട്ട് 25ഓളം മയ്യത്താ എയർപോർട്ടിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കമറുണ്ട് കൊണ്ടുവരണോ? അല്ല, ആ കാര്യത്തിൽ ഒരു തീരുമാനം പെട്ടെന്ന് ഉണ്ടാവുന്നല്ലേ നൗഷാക്ക പറയുന്നത്? നമ്മളെ ഗവൺമെന്റിന്റെ കാര്യമില്ലല്ലേ, ചിലപ്പോൾ വൈകും. തീരുമാനം പെട്ടെന്നായാൽ അൽഹംദുലില്ലാ. അവന്നവരെ ഇങ്ങനെ മയ്യത്തിങ്ങനെ വെക്കുന്നത് ശരിയാണോ? ആണോ? മരണം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് മയ്യത്തടക്കുക എന്നുള്ളതാ മയ്യത്തിനോട് കാണിക്കേണ്ട നീതി. എന്നാ പിന്നെ അങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കല്ലേ. ഇത്ര നാള് ഓൻ അവിടെ ഇനി ഇനിയുള്ള കാലം ഓൻ അവിടെ തന്നെ നിൽക്കട്ടെ. ബാപ്പാന്റെ മയ്യത്ത് എയർപോർട്ടിൽ ഇങ്ങനെ ഇടുന്നതിലും ഭേദം അവിടെ തന്നെ നടക്കുന്നല്ലടാ. എന്റെ ഉമ്മയോട് പറ. ഉമ്മ, ഉമ്മ, ഇത് ഈ എടുത്തോ. നാളെ അതേ വിമാനത്തിൽ തന്നെ ആയിരിക്കും വരുന്നല്ലേ? ഉമ്മ, കൊറോണയൊക്കെ ആയതുകൊണ്ട്. അതിന് മൂപ്പർക്ക് കൊറോണ ഇല്ലല്ലോ. ഇങ്ങോട്ടേക്ക് വരാനിരുന്ന ആളല്ലേ? അതല്ല ഉമ്മ, പക്ഷെ ആ, എനിക്കറിയാം. നാട്ടുകാർക്കൊക്കെ പഴയ പോലെ കാണാൻ പറ്റൂല എന്നല്ലേ. സാരമില്ല, എനിക്ക് കാണാലോ. അത് പിന്നെ ഉമ്മ, മയ്യത്തുകളൊന്നും അവിടുന്ന് കയറ്റി വിടുന്നില്ല. പെർമിഷനൊക്കെ എപ്പോഴാ കിട്ടാന്നൊരു ഉറപ്പുമില്ല. ഇവിടെ മയ്യത്തുകളിൽ എത്ര കാലം എന്ന് വെച്ചാൽ ഇങ്ങനെ പൊട്ടിക്കെട്ടി വെക്കുക? അതിനൊക്കെ ഒരു അവസാനം ഉണ്ടാവില്ലേ? അതല്ല ഉമ്മ, ഈ ഒരു അവസ്ഥയിൽ വാപ്പാൻ അവിടെ തന്നെ നടത്താന്ന തീരുമാനം. ഈ ഒരു മനുഷ്യൻ തന്നെയാണോടാ? എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? അന്ന് സുഖലാണ്ട് ആ മനുഷ്യൻ വന്നപ്പോ എന്നോട് എത്ര കെഞ്ചി പറഞ്ഞതാ പകരം പോവാൻ. ഈ കേട്ടിനോ? അന്ന് ഈ ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ
ആ മനുഷ്യൻ ഇന്നിവിടെ ജീവനോടെ ഉണ്ടാവില്ലേനോ? ബച്ചു, എനിക്ക് കാണണം. ഈ ബാപ്പന്റെ മയ്യത്തെങ്കിലും എനിക്ക് കാണിച്ചു തരണം. ആ എന്താ പറഞ്ഞ? നമുക്ക് കാണണമെന്നാ പറയണ. എങ്ങനെ വെച്ചു? എനിക്കറിയില്ല അളിയ. എന്താണ് കൊണ്ടേരുന്നില്ല ലാസിയെ? അല്ലേ അതാ നല്ലത്. നമ്മളെക്കാ കൂടുതൽ ഗൾഫിലാണോ അല്ലേ ഇത്? മാത്രല്ല ഈ മയ്യത്തുന്നാണ്ടോ ഇത് കൂടുതലായിട്ട് പടരുന്നത്. നിങ്ങളെ കൈ നാട്ടിയ കയ്യാട്ടെ വിട്ടോളി. ആ വെച്ചോടെ. ഓന് ഫോണും കൊണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ടക്ക. നിങ്ങൾ എന്തെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റുമോ നോക്ക്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ഞാൻ ഇറങ്ങിയാലോ, കുറച്ച് പണിയുണ്ട്. എന്തേ? ഞാൻ ഔഷധ മാമാനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസം ഇവിടെ കാക്കാം. നൗഷാദ് എന്താ പറയണേ? 2 ദിവസമൊക്കെ ബോർഡ് സൂക്ഷിക്കാൻ ഹോസ്പിറ്റലുകാർ സമ്മതിക്കുന്ന മൂപ്പര് പറയണം. പക്ഷേ അധികം കാത്തുവെപ്പിക്കരുത്. ഉമ്മാൻ്റെ ആഗ്രഹമല്ലേ. നമുക്ക് നാളെയും കൂടെ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിലൊരു നല്ല തീരുമാനം ഉണ്ടാവും ഇസ്മായിൽക്ക, എനിക്ക് ഉറപ്പാണ്. എന്തായാലും ഉണ്ടി വിളിക്കുക. എന്തേ? ഈ ഗൾഫിൽ പോലെന്നല്ലേ അറിയാടാന്നല്ലേ? അതെ, നിങ്ങൾ ഈ മരിച്ച വീട്ടിലാണല്ലേ? എന്തായാലും ഞങ്ങൾ ഹെൽത്ത് നിന്നാ. ഗൾഫിൽ നിന്ന് മരണപ്പെട്ടതല്ലേ? ഖത്തറിൽ. റഷീദേ, ഒരിക്കെന്തോ സംസാരിക്കാനുണ്ട്. ഒരു ഹെൽത്തിൽ നിന്നാ. ഞാൻ വിളിക്കാം. എന്തേനി? 20 ആളുകൾ കൂടുതൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. കളക്ടറുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്. ഇവിടെ ഇപ്പോ 20 ആൾക്കാരില്ല. നാളത്തെ കാര്യം എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ കാര്യങ്ങൾ കുറച്ചും കൂടി ഗൗരവത്തിലെടുക്കും. കണ്ടില്ലേ, ഇപ്പൊ തന്നെ പല ആൾക്കാരും മാസ്ക് ഇട്ടിട്ടില്ല. സാമൂഹ്യ വ്യാപനം തുടങ്ങിയിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പുറക്കാർക്ക് ഇത് നോക്കാൻ സമയം ഉണ്ടാവുന്ന ഞമ്മക്ക് അറിഞ്ഞൂടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ 2 ആൾക്കാരെ ചൂരിലും കൊടുത്ത് ഈ വഴിയിൽ നിർത്തിക്കോളി. ഞങ്ങൾ നിങ്ങൾ നല്ലതിനാ പറയുന്നത്, കളിയാക്കരുത്. കളിയാക്കിയതല്ല, ശ്രദ്ധിച്ചോളാം. നിങ്ങള് മരണം നടന്ന വിവരം നാളെ ഹെൽത്ത് ഓഫീസർക്ക് ഒന്ന് ഇൻഫോം ചെയ്യണം. ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് നാളെ ഒന്ന് കൊടുത്താൽ മാത്രം മതി. ആയിക്കോട്ടെ കേട്ടാ. ആ മാസ്ക് ഒക്കെ എടുത്ത് വെക്കടാ, വെറുതെ പണി ഉണ്ടാക്കാനായിട്ട്. മാസ്ക് ഉണ്ടോ? വേറെ ഉണ്ടോ? എടാ ബച്ചോ, പിന്നെ എംബസി എന്നുള്ള പേപ്പറും വെരിഫിക്കേഷനും ഒക്കെ കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അവിടെ നിന്ന് ഒരു മെയിൽ ഇങ്ങോട്ട് അയക്കണം, കൺസേൺ ലെറ്റർ. അത് മാത്രമല്ല, നമ്മൾ ഈ മയ്യത്ത് ബോർഡ് ചെയ്യാന്ന് പറഞ്ഞു കൊടുത്താണ് ഇപ്പൊ കാര്യമായിട്ടുള്ള വിഷയമുള്ളത്. എല്ലാ സ്റ്റേറ്റിനും പ്രഷറുണ്ട്. മാക്സിമം പ്രഷർ വന്നാൽ ഇൻഷാല്ലാ ഒക്കെ തീരുമാനമാവുന്നാണ് ആൾക്കാർ പറയുന്നത്. എന്തായാലും ഈ മട്ടം പോലെ ചെയ്യും. ഈ പറഞ്ഞൊന്നും നോക്കണ്ടോ വച്ചു. നമ്മളെ ഗവൺമെന്റിന്റെ കാര്യമാണ്. എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. നാളെ ഉച്ചക്ക് മരിച്ചിട്ട് നേരത്തോട് നേരാവും. ഇനി വെച്ച് നീട്ടരുത്. അളിയ, നമുക്ക് നാളെ തീരുമാനിക്കാം. ഇരിക്കടോ, ഞാനൊക്കെ ഒരു കട്ട എടുക്കാം. അല്ല ഇരിക്കും, ഞാൻ എടുക്കാം. ഇരിക്കടോ. ഞാൻ എപ്പോഴാണ് ഇവർ അറിഞ്ഞ? നാളെ വരാൻ നിൽക്കണില്ലേ? ഉഷറ,
മയ്യത്തുകൾ കൊണ്ടുവരുന്നുണ്ടോ പ്രത്യേക സാഹചര്യത്തിൽ? അറിയില്ല വിജീഷേ, ഉമ്മ കാണണമെന്നാ പറഞ്ഞത്. ബച്ചു ആരൊക്കെയോ വിളിച്ചു നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ആയിട്ടില്ല. ഓൻ അപ്പാടെ എന്താ ചെയ്യണ്ടെന്ന് അറിഞ്ഞു നോക്ക. റിലാക്സ് ആവട്ടെ, ഞാനേ അവനോട് സംസാരിക്കാം. ചോദിക്കാം. ശരി. അസി ഒരു ഐഡിയയും കിട്ടണില്ലല്ലോ, ആരെയാ വിളിക്കണ്ടേ? ഈ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ, ഒക്കെ ശരിയാവും. ശിവായി. ആ വിജീഷ് ഭായ്. കൊച്ചിൻ സ്ഥിതി പെർമിഷൻ ഇല്ലാത്ത സമയത്ത് കൊണ്ടുപോകലോ? പെർമിഷൻ ഇല്ലാത്ത സമയത്ത് തന്നെയല്ലേ സൗദിയിൽ നിന്ന് വയനാട്ടിലേക്ക് ഒരു മയ്യത്തുണ്ടെന്ന്. പൈസയും പിടിപാടുണ്ടെങ്കിൽ പെർമിഷനൊക്കെ താനേ ഉണ്ടാവും വിജീഷേ. അതിൻ്റെ സംഭവം ഉണ്ടായോ? ആ ഉണ്ട്, അതല്ലേ പറഞ്ഞേ. ഹലോ ഹലോ, എന്തായി? വിജീഷ് ആരെയോ വിളിക്കുന്നുണ്ട്, നോക്കാം. ആണോ? ഒന്നുകൂടെ. അല്ല സാറേ. ഓക്കെ സാർ. ആണോ സാറേ? ഓക്കെ ഓക്കെ സാർ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. വെച്ച് പോയി നമുക്ക് നാളെ രാവിലെ നമ്മൾ MP പോയി കാണണം. നമ്മുടെ ബോസിൻ്റെ ആക്കുന്നൊരു ബന്ധുവാണ്. ഉപയോഗിച്ച് എന്തെങ്കിലും വഴി ഉണ്ടാവും? നമുക്ക് എല്ലാ രീതിയിലും ശ്രമിച്ചൊക്കെ പോയി അല്ലേ? സാർ പോട്ടെ. രാവിലെ തന്നെ നമുക്ക് പോയാലോ? ഒന്ന് പോയോക്ക്. മച്ചോടാ, മനസ്സിലൊന്നും വെക്കല്ലട്ടാ. ബാപ്പ അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ ഒന്ന് വിളിച്ചു പറഞ്ഞ. പിന്നെ നമ്മളെ ബാനുവിന്റെ കയ്യിലേ ഞാൻ കുറച്ച് സാധനം ഇവിടുന്ന് കൊടുത്തയച്ചിട്ടുണ്ട്. ഉമ്മാക്കുള്ള ഫോണൊക്കെ അതിന്റെ അകത്താണ്ട്. ഈ ഒന്ന് വേഗം വാങ്ങിക്കൊടുക്കണട്ടാ. ഓള് ഫോണിൽ വിളിച്ചാലും ഒന്നും തിരിയൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റന്നാ കാണാം. ബച്ചോ, അനുകൂലമുണ്ടോ? എന്താ? ഈ ബാപ്പാന്റെ പേരിൽ 3 യാസീൻ ഓതണം. വരികൾ നീ വായിക്കാനായി എഴുതുന്നതാണ് പകലുടയോനായോന്റെ നാമമോദി പ്രേമത്താലേ നീല്ല മണിയറയുള്ളിൽ ഞാനല്ലേ മകബറയുള്ളിൽ നീയുള്ളോരായിരുളറിൽ ഞാനില്ലേ തീരിയായി കുളിരുമ്പോൾ ചൂടേകാൻ തളരുമ്പോൾ കൂട്ടേകാൻ പ്രിയനേ നീ നോവല്ലേ പൂവേരി തലോടാമേ മുറിവെല്ലാം മായ്ക്കാമേ പൂങ്കവിളിൽ മുത്താമേ കണ്ടേ കണ്ണിറയല്ലേ കരുണാമയനായോന്റെ കണ്ണിൽ നീ കുളിരാണേ. ബച്ചു, ചേട്ടാ നിർത്തിക്കും. എവിടേക്കാ?
ഞാനൊന്ന് MP നെ കാണാൻ പോവാണ്. കൊണ്ടുവരാനുള്ള പെർമിഷൻ ഇതുവരെ ശരിയായിട്ടില്ല. ഉപ്പ പറഞ്ഞിനി ഈ ടെൻഷൻ ആവണ്ട, കൊണ്ടുവരാൻ പറ്റും. മാമി എന്നാ നിങ്ങൾ വീട്ടിലേക്ക് വിട്ടോ, ഞാൻ ഓരെ കണ്ടിട്ട് അങ്ങോട്ട് വരാം. എന്റെ കസിനെയും കൂടി കൂട്ടിക്കൂടായിരുന്നു. ഓൻ അങ്ങോട്ടേക്ക് എത്തും. ശരി. ആ വിജീഷ് ഭായ് ചേട്ടാ പോ. ഞാൻ വന്നോണ്ടിരിക്കാം. അല്ല നമ്മളെ മോഹനം പറഞ്ഞ മീറ്റിംഗ് പോസ്റ്റ്പോൺ ചെയ്തില്ലേ? കേട്ടോ, അത് പ്രോട്ടോകോൾ സീനാണ്. എനിക്ക് പോകാൻ പറ്റൂലേ? സാർ, ഇതാണ് ഞാൻ പറഞ്ഞ വിജീഷ്. സാർ, കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ മോനെ. ബാ പറയട്ടെ. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കറിയാലോ, അത് ചില്ലറ കാര്യമല്ല. അതിൽ കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഇപ്പം നമ്മളെ ലോക്ക്ഡൗൺ സമയത്ത് ബോഡികൾ ഇങ്ങോട്ട് വരുന്ന കുറച്ച് കാലത്തേക്ക് നമ്മൾ നിർത്തിവെച്ചിരുന്നു. അല്ല, പിന്നീട് അതൊക്കെ റിലീസ് ചെയ്തു. അതുപോലെ 1-2 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറും, സോൾവ് ആകുമെന്നൊക്കെ നമുക്ക് അങ്ങോട്ട് പ്രതീക്ഷിക്കാം. എന്തേ? പിന്നെ നാളെ ഡൽഹിയിൽ ഒരു ഉന്നതതല മീറ്റിംഗ് ഉണ്ട് ഇതിനെ പറ്റിയിട്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ചങ്ങായിമാർ എന്ത് പറയും, എന്ത് ചിന്തിക്കും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. ആൾക്കാരല്ലേ? ഇവൻ്റെ ബാബയാണോ? നോക്ക് മോനെ, അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാന്ന് പറയുന്നത് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെന്താന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇരുന്ന് ചിന്തിച്ച് യുക്തമായ ഒരു തീരുമാനം എടുക്കുക. പോട്ടെ. അത് ചന്ദ്രനെ കൊടുത്താൽ മതി. സർ, സർ, ഡൽഹിയിലെങ്ങാനും വിളിച്ച് എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്താൻ പറ്റുമോ? മീഡിയയിലൊക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ. എടാ മോനെ, എൻ്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡൽഹിയിലേക്ക് ഒന്ന് വിളിക്കട്ടെ. എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെങ്കിൽ വിജീഷ് ഞാൻ തന്നെ വിളിക്കാം. കേട്ടാ, വിഷമിക്കല്ലേ? ഓക്കെ. ഞാനൊന്ന് പോയിരുന്നല്ലോ, അതിനൊരു സ്വഭാവമല്ലേ വെച്ചത്. അതെ, ശരി. നാളെ മീറ്റിംഗ് ഉണ്ടെന്നുള്ള കാര്യം നേരാ. പക്ഷെ തീരുമാനമൊന്നും പറയാൻ പറ്റൂല. ഇതിപ്പോ ഒരു ദിവസം തന്നെ നീണ്ടു പോവാണല്ലോ. ഈ ബച്ചുവിനത് പറഞ്ഞിട്ട് മനസ്സിലാവാത്ത വരുന്നു. അളിയാ, ഞാൻ ആ നോർക്കയുടെ ഓഫീസിലിരുന്ന് കൊണ്ടുവരാം. ഇനി ഓരോരുത്തർ വല്ല വിവരം ഉണ്ടെങ്കിലും ബച്ചു വന്നാൽ ഞങ്ങൾ അപ്പം തന്നെ വിളിക്കാം. എന്താണ് എന്തായി? ഓ, നാളെ മീറ്റിംഗ് ഉണ്ട് പറഞ്ഞ് കാത്തിക്കാണ്. ഇത് മയ്യത്തല്ലേ, ഇതിങ്ങനെ വെച്ച് കളിക്കാൻ പറ്റൂത്? അപ്പൊ ഞാൻ അങ്ങോട്ട് ഇതിപ്പോ ഇങ്ങനെ വാശി പിടിച്ചാൽ എന്താ ചെയ്യാ സനക്ക? അവസാനം അവിടെയില്ല ഇവിടെ ഇല്ലാത്ത കോലത്തിലാവും. എന്നാ പിന്നെ സനക്ക ഞാനതേലും ഇറങ്ങാം. പയ്യത്ത് വരുന്ന ഡേറ്റ് അറിഞ്ഞാ പറയട്ടോ. അപ്പൊ വരാം. അശ്വൻക, ഞാനും പോയിട്ട് വരാം. ഈ എന്തെങ്കിലും എടുത്ത് വെച്ച് കഴിക്കണം കേട്ടോ. പഠിച്ചോ, നമുക്ക് ഓരോന്ന് വിധിച്ചിരിക്കണം. ഞമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ? ഈ ഉമ്മാൻ്റെ അടുത്ത് എപ്പോഴും ഉണ്ടാവണേ. എല്ലാരും ഇല്ല, ഉമ്മ മാത്രമേ പോകുള്ളൂ. പോയി വരാം. കുഞ്ഞിനെ നല്ലോണം നോക്കണം കേട്ടോ. ഈ നിങ്ങൾ കയറാൻ നോക്കി, ഓൻ കാത്തു നിൽക്കണം. അന്റെ തീരുമാനത്തിന് മാറ്റൊന്നുമില്ലല്ലോ? വരില്ലെന്ന് ഉറപ്പല്ലേ? ഇല്ലുമ്മ, എനിക്കിവിടെ നിൽക്കണം. പോവാ. കൊണ്ടുവച്ചിട്ട് വേഗം ഇട്ട് പോരെ.
അലിമത്ത ഈ പോയില്ല അല്ലേ? ഈ ഇവിടെ ഉള്ളത് ഒരു സമാധാന. അല്ലേലും ഓ മര്യാദ കഴിഞ്ഞെങ്കിൽ ഈ ഇവിടെ തന്നെ ഉണ്ടാവണ്ടല്ലേ? ഞാൻ ഉമ്മയെ നോക്കിട്ട് വരാം. കോഴിക്കോട് മെൻഷൻ ചെയ്തു. മതി. വച്ചോ ഈ ആ ലാബ് വരെ പൈസ കൊടുത്തില്ലേനോ? അതിൽ നല്ല സുമിയുടെ സ്വർണ്ണം എടുത്ത്. അത് ശരി. ആ മാനേജർ ആൾക്കാരെയും കൂട്ടി വന്നിട്ടുണ്ട്. സാറേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ട് പോകണം സാറേ. എല്ലാവരും വല്ലാത്തൊരു അവസ്ഥയല്ല. പ്ലീസ് സാർ, പ്ലീസ് സാർ, പ്ലീസ്. ശിശേ, എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എനിക്ക് ഓനൊന്ന് കാണണം. പിന്നെ അല്ല ആളെത്തില്ലോ. ഇത്ര ഫോൺ ചെയ്താലും അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാർ ഇങ്ങനത്തെ സന്ദർഭങ്ങളിലാണല്ലോ പ്രത്യക്ഷപ്പെടാറ് അല്ലേ? അതാണല്ലോ നാട്ടടപ്പ്. പ്ലീസ്. എനിക്കറിയാം എൻ്റെ വിജീഷേ, ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന്. ഞാൻ കുറച്ച് മനുഷ്യപ്പറ്റുള്ള ആളായി പോയി. അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. എനിക്കൊരു തീരുമാനം അറിയണല്ലോ. സാർ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സെറ്റിൽ ചെയ്യും. ഒരാഴ്ച? അതിലും കൂടുതൽ എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ അറിയാലോ, കോടതിയും ലീഗൽ നോട്ടീസും പ്രൊസീജിയറും കാര്യങ്ങളും. ഹാർട്ടി കണ്ടോളൻസ്. പോട്ടെ. ഇന്നലെ ഈ പറഞ്ഞ ഇന്നൊരു ദിവസം കൂടെ കാക്കാൻ. ഇന്നിപ്പോ എന്താ പറയണ? ഏതോ മീറ്റിംഗ് ഉണ്ട്, അതിൽ തീരുമാനമാവും. ഇതിങ്ങനെ നീണ്ട് ബച്ചു, എന്റെ ബാപ്പനെ ഇങ്ങനെ ഐസും പെട്ടി കിടത്താൻ ഞാൻ സമ്മതിക്കൂല. അത് ആരെന്ത് പറഞ്ഞാലും ശരി. ഇവന്റെ ഒരു ഒറ്റ വാശിയാണ്. അനക്ക് പെട്ടെന്ന് പൊട്ടിമുളച്ചു വന്നോ ബാപ്പനോടുള്ള സ്നേഹം? അതോ എനിക്ക് മരിച്ചിട്ടും ദേഷ്യം മാറിയില്ലേ? ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിനി. ഈ അത് വിട്ടേക്ക. ബുഷറ അപ്പത്തിരുതി പറഞ്ഞ. ഓരോ ദിവസം കഴിയുമ്പോഴും പേടി കൂടുക. എടുത്ത തീരുമാനം തെറ്റായി പോകുന്നു. അങ്ങനൊന്നും ഉണ്ടാവില്ല ചക്ക. ചില തീരുമാനങ്ങൾ പഠിച്ചോ നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്ന. എല്ലാം ശരിയാവും. ഈ എൻ്റെ കുട്ടീനെ മര്യാദയ്ക്ക് കണ്ടില്ലല്ലോ. ദാ നോക്ക്. എടുത്തു നോക്ക്. അല്ല വേണ്ട. ഒരു കുഴപ്പമില്ല, എടുത്തു നോക്ക്. ഇവൻ്റെ ബാപ്പാനെ കൊണ്ട് വല്ലാതെ ഇറിറ്റേറ്റ് ആവുമ്പോൾ ഞാൻ ഇവനെ കൊണ്ട് എൻ്റെ ബാപ്പാൻ്റെ അടുത്തേക്കാണ് പോവില്ല. മൂപ്പര് ഞങ്ങൾ രണ്ടാളെയും കൊണ്ട് കോർണിഷിൽ പോവും. എന്നിട്ട് കടലിൽ നോക്കി ഇങ്ങനെ ഇരുന്ന് കഥ പറയും. എന്നെ സമാധാനിപ്പിക്കാനാണ്. എല്ലാ കഥയിലും എൻ്റെ ഉമ്മയാണ് നായിക. ചിലപ്പോഴൊക്കെ എൻ്റെ ഉമ്മയോട് എനിക്ക് പെരുത്ത അസൂയ തോന്നലുണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എന്നെയും കൂടെ കൂട്ടിയിട്ടാ മൂപ്പര് പർച്ചേസിനൊക്കെ പോയത്. ഞാൻ മോനെ അന്നെപ്പോലൊന്നും അല്ല എൻ്റെ ബാപ്പ. എൻ്റെ ഉമ്മയ്ക്ക് എന്താണ് വേണ്ടതെന്ന് മൂപ്പർക്ക് നല്ല കൃത്യമായിട്ട് അറിയാം. എത്ര കടകളിൽ കയറിയിട്ടാണെന്നറിയോ അതൊക്കെ പർച്ചേസ് ചെയ്യുക. എല്ലാം ഞാൻ കൊണ്ടുവന്ന് പെട്ടിയിലുണ്ട്. എന്നെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ? എന്നെ പറ്റി എന്നോട് പറയലൊന്നുമില്ല.
ചിലപ്പോ എനിക്ക് സങ്കടം വരും തോന്നിയിട്ടാവും. ആർക്കാണ് കിട്ടിയത്? നമ്മളെ പച്ചക്കറി സുരേന്ദ്രേട്ടല്ലേ, മൂപ്പരിക്ക് കൊറോണ. മൂപ്പര് ആരോടും പറയാണ്ട് മൂടി വെച്ച് നടക്കാം. ആരോട് പറയാൻ മൂടിയൊക്കെ ഇതെന്താ ബീഫ് ഫ്രൈ ഉണ്ടാക്കിയേ? മൂപ്പര കടയിൽ പോയ ആൾക്കാരെല്ലാം കൊറോണ പോകേണ്ടി വരും. അപ്പൊ വാങ്ങിയനും തിന്നനും തോന്നിയനൊക്കെ പോകേണ്ടി വരും. രാജേട്ടൻ്റെ വണ്ടിയല്ലേ? ആ വണ്ടി മാത്രമല്ല ഉപ്പുണ്ടല്ലോ. വച്ചോ. ആ രാജേട്ടാ. ആ പിന്നെ അങ്ങോട്ട് ഞാൻ വന്നപ്പോഴാണ് സംഭവം പറഞ്ഞ നമ്മളെ ഷിബു ഇല്ലേ, പയ്യടി മീത്തിലെ ഷിബു, അവൻ്റെ കുട്ടി പുഴയിൽ വീണിനെ. എന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ അവിടെ ആയിരുന്നു കൊണ്ടിരുന്ന കാര്യം. ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ആ വേണ്ട അല്ല പറയുന്നത് കേക്ക്. അല്ല ഇവക്ക് എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. പോട്ടെ മോനെ. ഇത് ബാപ്പാൻ്റെ വാച്ച. മുപ്പര് വരുമ്പത്തേനും എന്നോട് നന്നാക്കി വെക്കണമെന്ന് പറഞ്ഞ് എൻ്റെ തന്നു. കാക്ക നിങ്ങളിത് പിടിക്കുക കാക്ക. നിങ്ങളെ കാര്യം മുപ്പര് മറക്കൂല്ലോ. ആ മാമ വച്ചോ. എടാ പെർമിഷനൊക്കെ റെഡി ആയിട്ടാ. ഇന്ന് രാത്രി തന്നെ കയറ്റാൻ പറ്റുന്ന വിചാരിക്കണേ. ഉമ്മാനോട് കൂടെ ഒന്ന് പറയട്ടാ. ഇനി ആ ടിക്കറ്റിന്റെ കാര്യം കൂടെ ഒന്ന് ശരിയായി കിട്ടിയാ ഇൻഷാല്ലാ ശരിയാവും. ബേജാറാവാനൊന്നുമില്ല. നിങ്ങൾ അതും കൂടെ ഒന്ന് ഉറപ്പ് വരുത്തും മാമ. ഇൻഷാല്ലാ. ഞാനേ ഇപ്പൊ ഹോസ്പിറ്റലിലുള്ള ഞാൻ എന്നെ വിളിക്കാം. കാക്ക ഓ വരൂല്ലേ? വിളിച്ചില്ലേ? ആയിക്കാ. ആ കേക്ക എന്താ പിന്നെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ആയിക്കോട്ടെ. ഇനി ഞമ്മളെ ഭാഗത്തുനിന്നൊരു പാളിച്ചം വരാൻ പാടില്ല. റഷീദേ
ഈ നമ്മുടെ സെക്രട്ടറി സുലൈമാനക്കാരെ വിളിച്ച ഖബറിന്റെ കാര്യം ഒന്ന് പറഞ്ഞാടാ. ചെല്ലേ. അല്ലേക്കാ ടിക്കറ്റ് ശരിയായിട്ടില്ല എന്ന് മാമൻ പറഞ്ഞു. അതിനെ കുറിച്ചൊന്നും ഈ ബേജാറാവണ്ട. അയാളുടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ അകലത്തുകാരെ വിളിച്ച് കാര്യം പറ. ഇനി ഓരോ പ്രൊസീജിയർ എന്താണെന്ന് നമുക്കറിയില്ല. അല്ല ആനവാട് ചാമുണ്ടി വടപ്പ് നിവാസികളെ കോവിഡ് മഹാമാരിയുടെ വ്യാപനം 56-ാം വാർഡിൽ രൂക്ഷമായ സാഹചര്യത്തിൽ പ്രസ്തുത വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ആളുകൾ പുറത്തിറങ്ങുന്നതും കൂട്ടം കൂടുന്നതും കർശനമായി നിരോധിച്ചിരിക്കുന്നു. ആനവാട് ചാമുണ്ടി വടപ്പ് നിവാസികളെ കോവിഡ് മഹാമാരിയുടെ വ്യാപനം 56-ാം വാർഡിൽ രൂക്ഷമായ സാഹചര്യത്തിൽ രാവിലെ എത്ര മണിക്കുള്ള ഫ്ലൈറ്റാണ് വരുന്നത്? രാവിലെ 6:30 ഖബർസ്ഥാനിലേക്ക് 5 പേരെ പെർമിറ്റ് ചെയ്യത്തുള്ളൂ. ആരാ ബോഡി വാങ്ങാൻ വരുന്നത്? ബച്ചു, മരിച്ചാളുടെ മോനാ. എന്താ പേര്? ബഷീറുദ്ദീൻ. എന്താ? ബഷീറുദ്ദീൻ. ഈ കോവിഡ് സ്പ്രെഡ് ആയിരിക്കുന്നതുകൊണ്ട് നമ്മുടെ സൈഡിൽ വോളണ്ടിയേഴ്സ് ഒക്കെ കുറവാണ്. അപ്പൊ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു 5 പേര്, അതായത് ഈ പെട്ടി പിടിക്കാനും സഹായിക്കാനും ഒക്കെ ആള് വേണമല്ലോ അവിടെ. അതിലൊരു കാര്യം കൂടി ഉണ്ട്. ഈ വരുന്ന 5 പേരും 14 ദിവസം സ്ട്രിക്റ്റ് ക്വാറന്റൈൻ ആയിരിക്കണം. അതിൽ മാറ്റമൊന്നും വരരുത്. അത് പ്രോട്ടോകോൾ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള 5 പേരെ നിങ്ങൾ സെലക്ട് ചെയ്യും. ആരൊക്കെയാ 5 പേര് പോകുന്നത്? ബച്ചു. ആരൊക്കെയാ പോകുന്നത്? ബച്ചു, ബഷീറുദ്ദീൻ, ബച്ചു, അബ്ദുൾ റഷീദ്, അസി. ഇല്ല, അസി വേണ്ട. സുമി പ്രഗ്നന്റ് അല്ലേ? വിനു, സാലി, അസൻ. എനിക്ക് പെട്ടിയൊക്കെ പിടിക്കാൻ പറ്റും. 50 വയസ്സിന് മേലുള്ളവർക്ക് പോകാൻ പറ്റില്ല. സാറേ, വിജീഷ് ദാമോദരൻ പി. അപ്പൊ ഇത്രയും പേരല്ലേ ഉള്ളൂ? ഓക്കെ. അപ്പൊ നാളെ എയർപോർട്ടിൽ വെച്ചിട്ട് ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം അവിടെ. ഓക്കെ. അപ്പൊ ശരി. സർ, വീട്ടിലേക്ക് എടുക്കാലോ അല്ലേ? വീട്ടിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇത് കണ്ടെയ്ൻമെന്റ് സോൺ അല്ലേ? അങ്ങനെ പറയല്ലോ സാറേ. അധികം നേരം ഒന്നും വെക്കൂല. ഉമ്മാനൊന്ന് കാണിക്കാൻ. അതല്ല പ്രശ്നം. ഇന്നത്തെ കണക്ക് വെച്ച് തന്നെ ഏകദേശം 215 കേസുകളുണ്ട്. അതിൽ 184 സമ്പർക്കം മൂലമാണ്. ഇവിടെ ഇമോഷണലായിട്ട് അല്ല ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാവരുടെയും സുരക്ഷ നോക്കണ്ടേ? അതിനുവേണ്ടിയല്ല നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത്. പറഞ്ഞാലും മനസ്സിലാവില്ല സാറേ. പ്ലീസ്. നടക്കത്തില്ല സാറേ. അതറിയാം സാറേ. എന്നാലും എന്തെങ്കിലും ഒരു... കേരളം ഒരു വലിയ ഔട്ട്ബ്രേക്കിന്റെ വക്കത്താണ്. ഈ സോണിൽ തന്നെ 12 കേസുകളുണ്ട്. ഈ സമയത്ത് ജനങ്ങളുടെ സുരക്ഷയാണ് തന്റെ ഇമോഷൻ അല്ല വലുത്. നമുക്ക് പ്രോട്ടോകോൾ നോക്കണ്ടേ? സാർ, ഉമ്മനെ ഖബറിസ്ഥാനിലെങ്കിലും... അവരൊക്കെ വയസ്സായ ആൾക്കാർ, അവരെയൊക്കെ എങ്ങനെയാണോ കൊണ്ടുവരുന്നത്? ഇതൊക്കെ പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. മാത്രമല്ല ബോഡിയുടെ അടുത്ത് പോലും ആരെ വിടാൻ പറ്റില്ല. വണ്ടി വിടണം പ്ലീസ് സാർ. നിയമം മണ്ണാങ്കട്ടയാണ്. ഇവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആയ സ്ഥലത്തൊക്കെ ഡെഡ് ബോഡി കൊണ്ടുവന്ന സംഭവം ഉണ്ടായിട്ട്. അതേതോ പിടിപാടുള്ള ആളെ മയ്യത്താ. അതന്നെ അസിയ പറഞ്ഞ, നിയമമൊക്കെ മാറും, ചിലവരെ കാര്യത്തിൽ മാത്രം. വിളിക്കുന്നവരെല്ലാം പ്രോട്ടോകോളിന്റെ കാര്യം പറഞ്ഞ് ഒഴിയുക. എന്താ ഇപ്പൊ ചെയ്യാ? ഈ അവസാന ടൈമിൽ പിടിപാടുള്ളവരെ അന്വേഷിക്കുന്നതിലും നല്ലത് കാര്യങ്ങൾ നമ്മൾ തന്നെ അങ്ങ് ചെയ്യുന്നതല്ലേ. ബാക്കിയൊക്കെ പിന്നല്ലേ. നിങ്ങളെന്താ പറഞ്ഞു വരണം? നമ്മളെ ഈ റോഡും കൂടെ തന്നെയല്ലേ ഖബർസ്ഥാനിലേക്ക് പോകുന്നത്. ബച്ചോ, ഈ വേണ്ടാത്ത വിളിക്കണ്ടേ? കോടതി കയറേണ്ടി വരും. കോടതിയല്ലേ വിജീഷേ? നമുക്ക് നോക്കാം. ഉമ്മ, വാപ്പ നാളെ വരും. ഉമ്മക്ക് കാണാൻ പറ്റൂലേ? പറ്റും. പ്രാർത്ഥിക്കും.
കാക്ക. കമറും ഇപ്പൊ ഈ കടലിന്റെ മുകളിൽ കൂടെ പറക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? നമ്മളെ കല്ലായി പോയല്ലേ? ഞാനും കമറും ആ പുഴയിൽ കൂടെ മരത്തിന്റെ തോലായിട്ട് വരും. ഭയങ്കര രസായിന്. അങ്ങനെ വരുമ്പോഴാണ് പുഴയിൽ തുണി തിരുമ്മിക്കൊണ്ടിരുന്ന എന്റെ ഉമ്മാനെ ഓൻ ആദ്യമായിട്ട് കാണുന്നത്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നെ പിന്നെ എന്നെ കൂട്ടാതെ ഓൻ ഒറ്റയ്ക്ക് തോണിയായിട്ട് പോകാൻ തുടങ്ങി. ഓ നല്ല മനുഷ്യനായി. കാക്ക മരിക്കുമ്പോ ബാപ്പയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവും. ഒരു ബാപ്പാക്കും മക്കളോട് ദേഷ്യമായിട്ട് മരിക്കാൻ പറ്റൂല മോനെ. പാപ്പാ 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 ഈ ഒരു മനുഷ്യൻ തന്നെയാണോടാ? പാപ്പാ അനക്ക് പെട്ടെന്ന് പൊട്ടി പൊളിച്ചു വന്നു ബാപ്പനോടുള്ള സ്നേഹം. ബച്ചോടാ മനസ്സിലൊന്നും വെക്കല്ലട്ടാ. ബച്ചോടാ എനിക്കടാ പോണ്ടേ? ആ മറ്റേ കൺസേൺ ലെറ്ററും പാസ്പോർട്ടിന്റെ കോപ്പി എടുക്കാൻ മറക്കണ്ട. വാ. സാറിന്റെ പേരെന്താ? ഷഹദ്. വീട് ഇവിടെ മെക്കക്കോട്. എന്താ? അല്ല ഭായി, നാട്ടുകാർ സഹകരിച്ച നമുക്ക് ബാപ്പാനെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? എന്ത് നാട്ടുകാർ? നമുക്ക് പ്രോട്ടോകോൾ നോക്കണ്ടേ? ഇതൊക്കെ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് ഭായി. ഈ കണ്ടെയ്ൻമെന്റ് സോണിലൊന്നും ഡെഡ് ബോഡി ഒന്നും കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളല്ലേ എൻ്റെ എന്ത് പറയാനാ? ആ റെഡി. സമ്മതിച്ചോ? എന്താണ് ഇവിടെ എത്തണ ഓരോ സമയമുണ്ടല്ലോ. ആ ഇത് ഇടാൻ പറഞ്ഞേ.
നോക്കേ ഇവിടെ പൊന്തിക്ക് ഇവിടെ പൊന്തിക്ക് തള്ളിക്കോ 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 ഇങ്ങോട്ട് വിളിക്കോ ആ ഇത് വിളിക്കോ ആ ഓക്കെ മതി മതി എങ്ങോട്ടാ എങ്ങോട്ട് ഞാനും ബാപ്പൻ്റെ ഇല്ല ഇതിൽ കയറാൻ പറ്റില്ല ആ വണ്ടിയിൽ വന്നു ആ വണ്ടിയിൽ ഇല്ല ഇതിൽ കയറാൻ പറ്റില്ല അതുകൊണ്ടാ ആ വണ്ടിയിൽ വന്നാൽ മതി ഇല്ല പറ്റില്ല അതുകൊണ്ടാ പറ്റാത്തോണ്ടാ അല്ല പ്രോട്ടോകോൾ ഇല്ലേ പക്ഷെ പറഞ്ഞതല്ലേ അത് ഓക്കെ റെഡി വാ പോ ഒരു ആംബുലൻസിൽ കയറാൻ നോക്കുന്നു എന്ത് ചെയ്യാനാണ് നമുക്ക് പ്രോട്ടോകോൾ ഒക്കെ പറഞ്ഞാലും മനസ്സിലാവില്ല ആ ആംബുലൻസിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ അവിടെ എത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അവനെ പറഞ്ഞ് സമ്മതിപ്പിക്കേനും ഇല്ലടാ പിന്നെന്താ പ്ലാന് ഉഷറ ആ സൈഡിൽ കുറച്ച് മണ്ണെടുക്കാം ആ മുകളിൽ അല്ലേ നമ്മളാദ്യം എടുക്കും ആംബുലൻസിന്റെ മുമ്പിൽ പോ മാസ്ക് ഇട്ടോ ഒരു വരുന്നുണ്ട് സാറേ ഇതാണ് എൻ്റെ വീട് ഒരേ ഒരു മിനിറ്റ് ഒരൊറ്റ മിനിറ്റ് എൻ്റെ ഉമ്മനെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് പോവാം എടോ ഒന്നും പറ്റില്ല ഞാൻ അവിടെ വെച്ച് തന്നെ പറഞ്ഞല്ലേ അങ്ങനെ പറയല്ലേ ബോസ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കും പ്ലീസ് എടോ തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇവിടെ പ്രോട്ടോകോൾ ഉണ്ടെന്ന് ഇത് പറ്റുന്ന കാര്യമല്ലാണ് ഞാൻ നിനക്ക് ചെയ്തു തരില്ലേ ആരും വണ്ടി എടുത്ത് മാറ്റോ വണ്ടി എടുത്ത് മാറ്റി പ്ലീസ് സാറേ വെറുതെ അവിടെ കിടന്ന് ആരാ വണ്ടിയിൽ വണ്ടി വെച്ചേക്കണേ വണ്ടി പറ്റി വണ്ടി പറ്റില്ല തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല ഇവിടെ എംബാം ചെയ്ത ബോഡി അതിനകത്തിരിക്കുന്നു അതെടുത്ത് തന്റെ ഇഷ്ടത്തിനെടുത്ത് കളിക്കാൻ പറ്റൂല താൻ വെറുതെ സീൻ ഉണ്ടാക്കല്ലേ എന്ത് സീനോ എടോ അതിനൊക്കെ ഒരു പ്രോട്ടോകോൾ ഉണ്ടോ പ്രോട്ടോകോളോ തേങ്ങ പ്രോട്ടോകോളൊക്കെ മാറ്റിയല്ലോ അല്ലെ നിങ്ങൾ ഇങ്ങനെ പറയല്ലേ നമുക്ക് സംസാരിക്കാം ഗവൺമെന്റിന്റെ ഓരോ റൂൾസ് ഉണ്ട് ഗവൺമെന്റിന്റെ പ്രോട്ടോകോൾ ഉണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ എവിടെ നടക്കുള്ളൂ അതേ നടക്കത്തുള്ളൂ അളിയൻ പറഞ്ഞ കാര്യം എടുക്കാം എയർപോർട്ടിട്ട് വച്ചു ഞങ്ങളോട് കരഞ്ഞു ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ പ്രോട്ടോകോള് നിങ്ങൾ ഭീഷണ അങ്ങനെ ഞാൻ പോലീസ് വിളിക്കാം ഒരു കൊണ്ടോയിക്കോട്ടെ മോനെ
പറയുന്നു. വാ ഇങ്ങോട്ട് മാറി. അതെ, നിസ്കരിക്കുകയാണെങ്കിൽ അവർക്ക് നിസ്കരിക്കാട്ടോ. എൻ്റെ ബാപ്പൻ്റെ പേരിലുള്ള എല്ലാ സാമ്പത്തിക ബാധ്യതകളും ബഷീർദീൻ എന്ന മൂത്ത മകനായ ഞാൻ ഇതിനാൽ ഏറ്റെടുക്കുന്നു. എൻ്റെ ബാപ്പ ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ നിങ്ങൾ പുറത്തു കൊള്ളുക. അല്ലാഹു അക്ബർ. അല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇല്ല 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 സാർ, വേണ്ട സാർ, വേണ്ട. പ്ലീസ് സാർ, പ്ലീസ് ചെയ്യില്ല സാർ, പ്ലീസ് സാർ, പ്ലീസ്. ബാക്കി എല്ലാവരും മാറി. കാ